യേശു നടന്നു പോയത് കുഷ്ഠരോഗികളുടെയും പാണ്ടുപിടിച്ചവന്റെയും ഇടയിലൂടെയാണ്. സാമൂതിരിമാരുടെയും തമ്പുരാക്കന്മാരുടെയും മുമ്പിലല്ല, അന്യവൽക്കരിക്കപ്പെട്ടവരുടെ മുമ്പിൽ. ഈ അടുത്ത സമയത്തൊക്കെ യൂട്യൂബില് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രഭാഷണങ്ങൾ വരികയാണ്. ഞാൻ എന്റെ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോ, അച്ഛൻ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോ, ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ ഞാൻ പറയുന്ന കാര്യം 100% സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടാവണം. ആ ബോധ്യത്തോടൊപ്പം തന്നെ ഞാൻ പറയുന്ന വാക്ക് ഈ സമൂഹത്തെ അകറ്റാത്തതാണ് എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടേ പറയാവൂ. ഊഹാപോഹങ്ങൾ പ്രസംഗിക്കാനുള്ളതല്ല. എന്നെ വിശ്വസിക്കുന്ന, എന്റെ പ്രസംഗം കേൾക്കുന്ന ഒരാളാണ്. എന്റെ പ്രസംഗം കേട്ടോണ്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് പൂർണ്ണമായ ബോധവും ബോധ്യവുമുള്ള കാര്യമായിരിക്കണം. കാരണം ഒരു സാധാരണക്കാരന് കൊടുക്കുന്ന സ്ഥാനമല്ല എനിക്ക് നിങ്ങൾ തരിക, അച്ഛന് നിങ്ങൾ കൊടുക്കുക. അങ്ങനെയാണോ? ഇടവകയിലെ സാധാരണക്കാരന്റെ ഒരു പദവിയാണ് അച്ഛന് കൊടുക്കുക? അല്ല, അച്ഛന്റെ തിരുവസ്ത്രത്തിന് വിശ്വാസികൾ കൊടുക്കുന്ന ഒരു മാന്യതയുണ്ട്. എന്റെ വസ്ത്രത്തിന് എന്റെ വിശ്വാസി സമൂഹം തരുന്നൊരു മാന്യതയുണ്ട്. യൂണിഫോം കീറിയപ്പോ അന്നത്തെ എന്റെ പ്രധാന അധ്യാപിക ഒരു സിസ്റ്ററൻ അവരെന്നോട് പറഞ്ഞു, കബീർ ഗെറ്റ് ഔട്ട്. സ്കൂളിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ എന്നെ ക്ലാസ്സിൽ നിന്ന് നിർദ്ദാക്ഷിണ്യം ഇറക്കി വിട്ടു. ഒരു യൂണിഫോം കീറിപ്പോയതിന്റെ പേരിൽ സമ്പന്ന വർഗത്തിന്റെ ക്രിസ്ത്യാനികളായ കുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് ആ കന്യാസ്ത്രീയായ ടീച്ചർ എന്നെ നിർദ്ദാക്ഷിണ്യം ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. യൂട്യൂബിൽ നിന്ന് എന്റെ ഈ വാക്ക് കട്ടെടുത്ത് പ്രസരിപ്പിക്കുന്ന ഒരാൾക്ക് വിദ്വേഷം പുലർത്താൻ ഇത് മാത്രം മതി. ഞാൻ പറയുന്ന ഈ വാക്ക് ഇന്ന് നടക്കുന്ന സാമൂഹ്യ വിചാരധാരയെ പറയാൻ. കോടീശ്വരന്മാരുടെ ഇടയിൽ 100% ക്രിസ്ത്യാനി കുട്ടികൾ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പാവപ്പെട്ട ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്നെ കീറിയ വസ്ത്രത്തിന്റെ പേരിൽ കന്യാസ്ത്രീ ഇറക്കി വിട്ടു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് മാത്രം മതി ഒരു 10 ദിവസത്തേക്ക് ഓടാൻ. ഞാൻ പുറകിൽ പോയി ആ എന്റെ ക്ലാസിന്റെ ഭിത്തിയിലേക്ക് ഇങ്ങനെ തല ചേർത്ത് വെച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുകി. 10ാം ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന പെമ്പിള്ളേരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട ആ സങ്കടം എന്റെ കണ്ണുനീരായി പെയ്തിറങ്ങി. എന്റെ വെള്ള ഷർട്ട് നനഞ്ഞു. 10 മിനിറ്റ് ഇങ്ങനെ ചാരിയിരുന്ന് ഉപേക്ഷിച്ചു പോയ പിതാവിനോടുള്ള അമർഷവും കട്ടപ്പെട്ട് വളർത്തുന്ന അമ്മയോടുള്ള വാത്സല്യവും തീരുമാനമെടുക്കാൻ കഴിയാതെ ഒരു 15 വയസ്സുകാരൻ സ്കൂളിന്റെ മതിലിരുന്ന് കരയുമ്പോൾ ലീഡർ പറഞ്ഞു കയറിയിരിക്കാൻ. ഞാൻ പോയി കയറിയിരുന്നു. പിന്നെ ഞാൻ തലപൊക്കിയിട്ടില്ല. ആ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ പിന്നെ എനിക്ക് എന്റെ അഭിമാനം സമ്മതിച്ചില്ല. 3 ദിവസം കഴിഞ്ഞു. ഇതേ സമയത്ത് വൈകി ഒരു പീരീഡിന്റെ മധ്യഭാഗത്ത് ഞാൻ കയറി വരുമ്പോ ഈ ടീച്ചറും കുട്ടികളും ക്ലാപ്പ് ചെയ്തു. എനിക്ക് അമർഷമാണ് തോന്നിയത്. പച്ചയ്ക്ക് പിച്ച് ചീന്തി തിന്നിട്ട് 3ാം ദിവസം വരുമ്പോ എഴുന്നേറ്റ് കൈയടിക്കുന്നു. വന്നപ്പോ സ്കൂൾ ലീഡറും കുട്ടികളെല്ലാവരും കൂടി എന്റെ കയ്യിൽ ഒരു പൊതി കൊണ്ടുവന്നൊരു പ്രസന്റേഷൻ. ഞാൻ തുറന്നു നോക്കുമ്പോൾ 2 ജോഡി യൂണിഫോം ആയിരുന്നു. എന്നെ ക്ലാസ്സിന് വെളിയിൽ ഇറക്കി നിർത്തിയിട്ട് എന്റെ ജീവിതത്തിന്റെ ദാരിദ്ര്യം എന്റെ സഹപാഠികളോട് പറഞ്ഞ് എന്റെ ടീച്ചർ അവരുടെ കയ്യിൽ നിന്ന് പൈസ പിരിവിട്ടിട്ട് എനിക്കൊരു യൂണിഫോം ഉണ്ടാക്കി തന്നു. അതിനാണ് ടീച്ചർ എന്നെ വെളിയിൽ ഇറക്കിയത്. ഞാൻ ആദ്യം പറഞ്ഞാണ് നിങ്ങൾ കേട്ടതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടാവും. ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ അത് മതി. എന്നോട് പറഞ്ഞു, മോനെ ഇനി നീ ഇട്ടുകൊള്ളുക. ആദ്യമായി കീറാത്ത ഒരു പുതുവസ്ത്രത്തിന്റെ മണമുള്ള, ഞാൻ പറയാൻ കാരണം അതിനു മുമ്പും എൻ്റെ യൂണിഫോം എന്ന് പറഞ്ഞാൽ മുമ്പ് പഠിച്ചു പോയ കുട്ടികൾ ഉപയോഗിച്ചിട്ട് കളയുന്ന പഴയതാണ് ഞാൻ യൂണിഫോമായിട്ടിട്ട് വരിക. ആദ്യമായി പുതുവസ്ത്രത്തിന്റെ മണമുള്ള ഒരു യൂണിഫോം എൻ്റെ കയ്യിൽ വെച്ച് തന്നത് ഒരു കന്യാസ്ത്രീയാണ്. ആ ടീച്ചറിന്റെ പേരാണ് സിസ്റ്റർ സിബിയ. പിന്നീട് എൻ്റെ ജീവിതത്തിലും എൻ്റെ ഏട്ടന്റെ പഠനത്തിലുമൊക്കെ ഈ മുസ്ലിം കുടുംബത്തോടൊപ്പം അവർ നിന്നു. ഏറെ പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ ഏതൻ ക്രിസ്ത്യൻ വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ കുഞ്ഞുമോൻ ജെ, തേവലക്കര മാർത്തോമ വലിയ പള്ളി വികാരി റവറൻ ഫാദർ ജോർജ് വർഗീസ്, ഹെബ്രോൺ മാർത്തോമ ചർച്ച് പടിഞ്ഞാറ്റക്കരയുടെ വികാരി റവറൻ ഫാദർ കുരുവിള, ഇമ്മാനുവേൽ മാർത്തോമ ചർച്ചിന്റെ വികാരി റവറൻ തോമസ് യേശുദാസൻ, അതിമനോഹരമായി ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ജർമ്മനിയിലെ ബെർലിൻ നഗരത്തിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ ഒരു സംഘം, ആ വിനോദസഞ്ചാര യാത്രാമധ്യേ അവരൊരു സൂ സന്ദർശിക്കാൻ കയറി. ധാരാളം മൃഗങ്ങളെ കൂട്ടിലടച്ചിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ മൃഗശാല പോലെ ബെർലിൻ നഗരത്തിലെ മനോഹരമായൊരു മൃഗശാല.
അധ്യാപകരുടെ വിദ്യാർത്ഥികൾ പോകുന്ന കൂടെയുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടുത്തെ കൂട്ടിലൊരു ചെറിയ കുസൃതി ഒരുക്കി. ആ സൂവിലൂടെ കടന്നു പോകുന്ന വഴിയിൽ നാനാഭാഗത്ത് നാനാജാതി മൃഗങ്ങളെ കാണാം. കരടി, പുലി, കടുവ, സിംഹം. സാധാരണയായി നമുക്കറിയാം എല്ലാ കൂടിൻ്റെ മുമ്പിലും ആ കൂടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗത്തിൻ്റെ പേര്, ശാസ്ത്രീയ നാമം, അത് കാണപ്പെടുന്ന പ്രദേശം വൃഷ്ടിപ്രദേശത്താണോ, ശൈത്യപ്രദേശത്താണോ, ശീതപ്രദേശത്താണോ, അതിൻ്റെ ലോകത്തുള്ള സാന്നിധ്യം, എങ്ങനെ ഒരു ചെറിയ ബയോഡാറ്റ കൂടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോ മൃഗങ്ങളെയും കണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും പോയി ഓരോ മൃഗങ്ങളെയും അതിൻ്റെ ബയോഡാറ്റയും കണ്ടുപോകുമ്പോൾ ഏറ്റവും അവസാനം ഒരു വലിയ കൂട്, ആ കൂടിൻ്റെ മുമ്പിൽ ഒരു വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഈ കൂടിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന മൃഗം ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മൃഗമാണ്. ആരെ കണ്ടാലും യാതൊരുവിധ മുൻവിധിയുമില്ലാതെ ആക്രമിക്കുന്ന, ആരെ കണ്ടാലും കടിച്ചു കീറുന്ന, ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത, ആരെ കണ്ടാലും തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവനെ എന്തും ചെയ്യാൻ മടിക്കാത്ത ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജീവിയാണ് ഈ കൂട്ടിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചു മാത്രമേ അതിൻ്റെ അടുത്തേക്ക് പോകാവൂ, അകലെ നിന്നേ അതിനെ നോക്കാവൂ എന്നൊരു ബോർഡ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പതിവിന് വിപരീതമായി അധ്യാപകർ മുന്നറിയിപ്പ് നൽകി, കുട്ടികൾ ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജീവിയെ കാണാൻ അകലെ നിന്നുള്ള വലിയ കൗതുകത്തോടെയുള്ള ജിജ്ഞാസയോടെ ആ കൂട്ടിലേക്ക് അവർ അങ്ങ് അകലെ നിന്ന് ഈ ലോകത്തിലെ അപകടകാരിയായ ജീവിയെ കാണാൻ എത്തി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ കൂട് ശൂന്യമാണ്, അതിലൊരു ജീവിയും ഉണ്ടായിരുന്നില്ല. ആ കൂടിന്റെ മറുഭാഗത്ത്, നോക്കുന്ന ഭാഗത്ത് വലിയൊരു നിലക്കണ്ണാടി വെച്ചിട്ടുണ്ട്. ഈ പോയി നോക്കുന്ന ആളുടെ മുഖമാണ് ആ കണ്ണാടിയിൽ തെളിഞ്ഞു വരിക. അതിൻ്റെ താഴെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ഇവനാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി. ആരെ കണ്ടാലും ആക്രമിക്കും, ബന്ധങ്ങൾക്ക് വിലയില്ല, സ്നേഹത്തിന്റെ വിലയറിയില്ല. ആ കാണുന്ന ചില്ല് ദർപ്പണത്തിൽ തെളിഞ്ഞു കാണുന്ന അവനവന്റെ മുഖം തന്നെയാണ് മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ആ ജീവി എന്നൊരു പഴയ ഒരു വാർത്ത വായിക്കാനിടയായി. ലോകത്തിലെ ഏറ്റവും ആരെയും ആക്രമിക്കുന്ന, ഏത് സമയത്ത് നിർവചിക്കാൻ കഴിയാത്ത വിധം മാറിപ്പോകുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയായി അച്ഛനും അമ്മയും ജീവിതത്തിൽ അവസാനം വരെ ലാളിച്ച് വളർത്തി, അവസാനം രാവിലെയും വൈകുന്നേരം സ്വന്തം മകളെ സ്കൂട്ടറിന്റെ പുറകിലിരുത്തി സ്കൂളിൽ കൊണ്ടുപോയി വിട്ട്, കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച കൺമണിയെ, ഒരു പാവപ്പെട്ട ഡോക്ടറെ, ഒരു നിമിഷം കൊണ്ട് അക്രമാസക്തനായ ഒരു മനുഷ്യൻ 7 പ്രാവശ്യം ആ പാവപ്പെട്ട പെൺകുട്ടിയെ കുത്തി മലർത്തി, അമ്മയ്ക്കും അച്ഛനും തോരാത്ത കണ്ണുനീര് സമ്മാനിച്ച്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുത്തി വീഴ്ത്താൻ യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കാത്ത ഒരു ലോകത്ത്, കണ്ണീരുകൾ മാത്രം കണ്ടുണങ്ങുന്ന ഒരു ലോകത്ത്, തന്റെ മുറിവിൽ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ മരുന്നുമുട്ടിയ ഒരു പാവപ്പെട്ട ഡോക്ടറെ കുത്തി മലർത്താൻ കഴിയുന്ന വിധം മനുഷ്യനെ ബാഹ്യമായ ചിന്തകളോ സാമഗ്രികളോ സ്വാധീനിക്കുന്ന ഒരു കാലത്ത്, ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി ചിരിക്കാൻ അപകടം ഭയന്ന് മറ്റൊരുത്തൻ മാറി നിൽക്കുന്ന ഒരു കാലത്ത്, യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു ജന്തുലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് പുതിയ വാർത്തകൾ നമ്മൾ പറയേണ്ടി വരും. നിർവചിക്കാൻ കഴിയാത്ത വിധം മനുഷ്യനെ ബാഹ്യമായി നിർവചിക്കാൻ കഴിയാത്ത വിധം അവൻ അക്രമാസക്തനാവുകയാണ്. വൈകുന്നേര നേരങ്ങളിൽ സായാഹ്ന സമയത്ത് ചെന്താമരപ്പൂ കുമ്പുന്നത് പോലെ മുഖമൊളിപ്പിച്ച് കടലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന, അസ്തമയ സൂര്യനെ കണ്ട് പൊട്ടിച്ചിരിച്ച് കടന്നുപോകുന്ന ഒരു ഓളങ്ങളെ കീറിമടിച്ചു പോകുന്ന ബോട്ട് സ്വാഭാവികമായും അറിഞ്ഞ് ഒരു വീട്ടിലെ യാത്ര പറഞ്ഞു പോയ 12ഓളം അംഗങ്ങൾ സ്വപ്നലോകത്തിലേക്ക് ജാലക വിരികൾ തുറന്ന് കടന്നുപോയ പിഞ്ചുകുട്ടികൾ, ചിതറിത്തെറിച്ച വളപ്പൊട്ടുകളുടെ അപ്പുറത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഒരു കുടുംബത്തിലെ 12 പേരെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട് നെഞ്ചത്തടിച്ചാട്ടത്തഹട്ടിക്കുന്ന പാവപ്പെട്ട ഒരു മനുഷ്യന്റെ മുഖത്ത് ആ ഫോട്ടോ കാണുമ്പോ, വീഡിയോ കാണുമ്പോ അതിന്റെ താഴെ നിനക്കിതൊക്കെ സംഭവിക്കണം, നിന്റെ ജാതി ഇതല്ലേ എന്ന് പറയും വിധം, നിന്റെ മതം ഇതല്ലേ, നിന്റെ ജാതി ഇതല്ലേ, നീ ജനിച്ച സ്ഥലം ഇതല്ലേ എന്ന് അലറിക്കരയുന്ന മനുഷ്യന്റെ കണ്ണീരിന് പോലും ജാതിയും വർഗവും
ചേർത്തു വെക്കുന്ന അപകടകരമായ ഒരു ലോകത്തേക്ക് നമ്മൾ മാറിപ്പോയി എന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രസക്തി വർദ്ധിക്കാനുള്ള കാരണം. മൃഗമാവുകയാണ്. ലോകത്തിലെ അപകടകാരിയായ ഒരു ജന്തുവായി മനുഷ്യൻ മാറുകയാണ്. കാട്ടിലെ രാജാവാണ് സിംഹം. പക്ഷേ സിംഹത്തിനെ കൊന്നിട്ട് ആ കൊല്ലുന്നതിൽ ലൈവ് ചെയ്ത ഒരു സിംഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. സ്വന്തം അമ്മയെ കൊന്നിട്ട് ഗ്യാസ് സിലിണ്ടർ എടുത്ത അമ്മയുടെ തലയിലടിച്ച് അവർ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവസാനം ഒരു നഖത്തിന്റെ ചലനം കാണുമ്പോ ആ അമ്മയെ ജന്മം നൽകിയ അമ്മയെ പെട്രോളൊഴിച്ച് തീ കൊളുത്തുന്ന ഒരു മകനെ കുറുക്കന്റെ ലോകത്ത് നമ്മൾ കണ്ടിട്ടില്ല. അമ്മയെ കൊന്നു തിന്നുന്ന അത്യാഗ്രഹിയായ ഒരു കാക്കയെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. സ്വന്തം ഭാര്യയെ, സ്വന്തം ഇണയെ മറ്റൊരുത്തനെ കാഴ്ചവെച്ച് സുഖിക്കാൻ പോകുന്ന ഒരു ഇണയെയും ജന്തുലോകത്ത് നമ്മൾ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ ഈ ജന്തുക്കൾക്ക് നാൽക്കാലികൾക്കില്ലാത്ത വിധം പഞ്ചേന്ദ്രിയ പരിജ്ഞാനം കൊണ്ട് അഗ്രഗണ്യനാണ് മനുഷ്യൻ. പക്ഷേ നാൽക്കാലികളെക്കാൾ അവൻ അക്രമാസക്തനാവുകയാണ്. നാൽക്കാലി എന്ന് പറഞ്ഞാൽ നാൽക്കാലിക്ക് അപമാനമാണ്. കവി പറയുന്നുണ്ട്, ചെന്നായ ചെമ്പോത്ത് പോത്ത് ചീറ്റപ്പുലി പന്നിവാമ്പെന്തെല്ലാം ഉണ്ടിവനിൽ സൃഷ്ടാവ് പോലും ഭയം മൂലമാകിടാം വിട്ടുകൊടുത്തു മർത്യനു വിശ്വം. മർത്യനോ മർത്യന്റെ ചോര കുടിക്കണം, മർത്യനിൽ ബുദ്ധിമാനല്ലോ മർത്യൻ. ചെന്നായ ചെമ്പോത്ത് പോത്ത് ചീറ്റപ്പുലി പന്നി പാമ്പ് എല്ലാം കൂടി ഒന്നാത്തിന്റെ ഈ സ്വഭാവം ഒന്നിച്ചുകൂടി ഒരു മൃഗത്തെ കാണണമെങ്കിൽ അത് മനുഷ്യരിലേക്ക് നോക്കിയാൽ മതി. ആ രീതിയിൽ അപകടകരമാം വിധം മനുഷ്യൻ സ്വാർത്ഥതയുടെ അടയാളമായി മാറുന്ന ഒരു കാലത്ത്, എല്ലാ ജാതിയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും പേരിൽ മനുഷ്യനെ വിഭജിക്കപ്പെടുന്ന ഒരു കാലത്ത്, എന്റെയും നിങ്ങളുടെയും ഇടയിൽ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ കഴിയാത്ത വിധം മതിലുകൾ കെട്ടപ്പെടുന്ന ഒരു കാലത്ത്, മുൻവിധികളില്ലാതെ ചിരിക്കാൻ മറന്നുപോകുന്ന ഒരു പുതിയ കാലത്ത്, ഏദൻ എന്ന ഒരു കുടുംബം ഇങ്ങനെ മതിലുകളില്ലാതെ, വേലിക്കെട്ടുകളില്ലാതെ, മുൻധാരണകളില്ലാതെ പരസ്പരം സംവദിക്കാൻ ഒരുങ്ങുന്നു എന്നത് തന്നെ ഏറ്റവും മനോഹരമായൊരു കർമ്മമാണ്. ഈ പുതിയ കാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനയാണിത്. കാരണം എല്ലായിടത്തും ഇന്ന് അടയാളപ്പെടുത്തുന്നത് ജാതിയാണ്, മതമാണ്. ഒരിക്കൽ കൂടി നടക്കണം. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. കത്തിജ്വലിച്ചു നിൽക്കുന്ന പട്ടാപ്പകലിൽ ഏതൻസ് നഗരത്തിന്റെ നടുവിലൂടെ ഒരു മനുഷ്യൻ ചൂട്ടുകറ്റയുമായി നടന്നു പോകുന്നുണ്ട്. ആ വെയിലത്ത് നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് തന്റെ കയ്യിലിരിക്കുന്ന ചൂട്ടുകറ്റ മുഖത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ മനുഷ്യൻ പിറുപിറുക്കുന്നുണ്ട്, ഇതല്ല. കത്തിജ്വലിക്കുന്ന പകലിൽ ഏതൻസ് നഗരത്തിലെ മനുഷ്യരുടെ മുഖത്തിന് നേരെ ചൂട്ടുകെട്ട് കത്തിച്ചു വെച്ചിട്ട് ഇതല്ല എന്ന് പിറുപിറുത്തു പോകുന്ന ഒരു മനുഷ്യനുണ്ട്. സ്വാഭാവികമായി നട്ടുച്ച നേരത്ത് ടോർച്ചും തെളിച്ച് ഒരാളുടെ മുഖത്തേക്ക് വെളിച്ചം ചേർത്തിട്ട് ഇതല്ല എന്ന് പറയുന്നവനെ നമ്മൾ ഭ്രാന്തൻ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട മാനസിക വിഭ്രാന്തിയുടെ ഉടമയെന്നാണ് പറയാ. പക്ഷേ അതിനപ്പുറം ആ മനുഷ്യനൊരു മാനസിക വിഭ്രാന്തിയുള്ള ആളല്ല. അയാൾ പുരാതന യവന ദർശന കലയുടെ താത്വികാചാര്യനായ ഡയോജനീസ് ആയിരുന്നു. ഡയോജനീസിന്റെ ആളുകൾ ചോദിച്ചു, ഈ പട്ടാപ്പകൽ വെളിച്ചത്തിൽ നിങ്ങൾ ആരെയാണ് തിരയുന്നത്? ഡയോജനീസ് പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനെ തിരയാണ്. എന്റെ കയ്യിലിരിക്കുന്ന ചൂട്ടുകട്ടയുടെ വെളിച്ചത്തിൽ ഞാനൊരു മനുഷ്യനെ തേടുകയാണ്. എനിക്കിവിടെ ആരെയും മനുഷ്യനെ കാണാൻ കഴിയുന്നില്ല. ഒരിക്കൽ കൂടി ഡയോജനീസിന് ദൈവം പുനർജന്മം കൊടുത്താൽ നമ്മുടെ ഈ നഗരത്തിലൂടെ ചൂട്ടുകട്ടയിൽ അയാൾ മുഖത്ത് നോക്കിയിട്ടൊരു മനുഷ്യനെ നോക്കിയാൽ ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയൂ? എത്ര പേരെ മനുഷ്യൻ എന്ന് പറയാൻ കഴിയും? ആരാണ് മനുഷ്യൻ? രണ്ടു കാലിൽ നിവർന്നു നിൽക്കുന്ന ഹോമോസോപ്പിയൻ ജീവി എന്നാണ് സ്കൂളിൽ അധ്യാപകർ പഠിപ്പിച്ചത്. രണ്ടു കാലിൽ നിവർത്തി ചെയ്യുന്ന ഹോമോസോപ്പിയൻ ജീവിയാണ് മനുഷ്യൻ. അതാണ് മനുഷ്യൻ. പാശ്ചാത്യ ചിന്തകനായ സർ സി.പി. സ്നോ അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദ കൾച്ചർ? എന്താണ് സംസ്കാരം? എന്താണ് മനുഷ്യത്വം? ഉടയാടകൾ നല്ലതായത് കൊണ്ട് മനുഷ്യനാകുമോ? പദവികൾ ഉള്ളത് കൊണ്ട് മനുഷ്യനാകുമോ? ഒരാൾ തൂവള്ള വസ്ത്രവും നല്ല കുപ്പായവും ധരിച്ചുകൊണ്ട് അയാൾ മനുഷ്യനാകുമോ? വാലിന്റെ വേരിന്റെ പുറകിൽ വലിയ വാലറ്റം വലുതായത് കൊണ്ട് അയാൾ മനുഷ്യനാകുമോ? ഇല്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അതവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരമൂല്യമായ ഒരു അവയവത്തിന്റെ സംസ്കരണമാണ്. അതിന്റെ പേരാണ് ഹൃദയം.
അതുകൊണ്ടാണ് പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജസദിൽ മുളഗ, മനുഷ്യ ശരീരത്തിൽ, അറബി വാക്കാണ്, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. ഇദാ സലുഗത് സലുഗൽ ജസദു കുല്ലു, അത് നന്നായാൽ മനുഷ്യനായി, അത് മോശമായാൽ അവൻ അധമ പ്രവർത്തികളുടെ ആചാര്യനായി മാറി. അലാ വഹിയൽ കൽബ്, അത് ഹൃദയമാണ്, ഹൃദയമാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്, സൂറത്ത് മേം ഇൻസാൻ ഹേ, സീറത്ത് മേം ഹയവാൻ ഹേ, ലേക്കിൻ തും നഹി ഹേ. കണ്ടാൽ മനുഷ്യനെ പോലെ ഇരിക്കും, കണ്ടാൽ മനുഷ്യനെ പോലെയാണ്, പക്ഷെ പ്രവൃത്തി നാൽക്കാലിയെ പോലെയാണ്. അവനും ഈ നാൽക്കാലിയും തമ്മിലുള്ള വ്യത്യാസം ലേക്കിൻ തും നഹി ഹേ, വാലില്ലെന്ന് മാത്രം. ഇന്ത്യ രാജ്യത്തിലൂടെ കാഷായ വസ്ത്രം ധരിച്ചു പോയ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, മനുഷ്യ, ആകാശത്തിലൊരു പക്ഷിയെ പോലെ പറക്കാൻ നിനക്ക് കഴിയുന്നുണ്ട്. ആകാശ നൗകയിൽ ജലത്തിന്റെ ഉള്ളിലൂടെ ഊളിയിട്ട് നടക്കാൻ നിനക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ഈ ഭൂമിയുടെ മുകളിൽ ഒരു മനുഷ്യനായിട്ട് നടക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. സൂപ്പർ സോണിക് വിമാനങ്ങളിൽ ആകാശത്തിന്റെ അതിർത്തികളെ ഭീതിച്ചെടുത്ത് മറക്കാൻ മനുഷ്യന് കഴിയുന്നുണ്ട്. മുങ്ങിക്കപ്പലിൽ ഊളിയിടാൻ കഴിയുന്നുണ്ട്. രണ്ട് കാലിൽ പാദമൂന്നി ഈ മണ്ണിന്റെ മുകളിൽ ഒരു മനുഷ്യനായിട്ട് നടക്കാൻ നിനക്ക് എങ്ങനെയാണ് കഴിയുക എന്ന് സ്വാമി വിവേകാനന്ദൻ ചോദിക്കുന്നുണ്ട്. അതിനു വേണ്ടത് ഇപ്പൊ കബീർ ബാക്കവി എന്ന വിശേഷണമല്ല, റവറൻ ഫാദർ എന്ന് പറയുന്ന വിശേഷണമല്ല. അതിന് ശേഷമുള്ള നാമത്തിൽ എനിക്കും എല്ലാവർക്കും ഒരു മനുഷ്യനാകാൻ കഴിയണം. വേദനയുള്ള മനുഷ്യനെ, സങ്കടമുള്ള മനുഷ്യനെ, അവന്റെ വേദനകളെ കാണണം, അവന്റെ സങ്കടങ്ങളെ കാണണം, അവന്റെ വേർപ്പുകളെ കാണണം, അവന്റെ നിലവിളി നമ്മുടെ ചെവിയിൽ കേൾക്കണം. മനുഷ്യന്റെ കണ്ണുനീർ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കണം. അത് കരയുന്നത് ഹിന്ദുവാണോ, ആ കണ്ണീര് മുസ്ലിമിൻ്റെതാണോ, അത് ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ടല്ല, അവന് മനുഷ്യൻ എന്ന് പേരിടണം. എന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണീര് നമ്മളൊരു മനുഷ്യനാകും. എപ്പോഴെന്നറിയോ? മറ്റൊരാളുടെ കണ്ണുനീര് നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ, മറ്റൊരാളുടെ ദുഃഖം നമ്മുടെ ഹൃദയത്തെ കണ്ണിനെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു മനുഷ്യനാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, നമ്മളുടെ ഉള്ളിൽ മനുഷ്യത്വമുണ്ടോ നമുക്ക് പരീക്ഷിക്കാം. നിങ്ങൾ ഹൈവേയിൽ പോയി, കരുനാഗപ്പള്ളിയിൽ പോയി, ആ സിഗ്നൽ ലൈറ്റിന്റെ താഴെ ശീതീകരിച്ച കാറിൽ നിങ്ങൾ കുടുംബസമേതം ഇരിക്കുമ്പോ നമ്മുടെ കാറിന്റെ പൊരിയുന്ന വെയിലത്ത് നമ്മുടെ കാറിന്റെ ഡോറിൽ വന്ന് ഗ്ലാസിൽ തട്ടുന്ന ഒരു തമിഴ്നാട്ടിലെ കറുകറുത്ത നാടോടി പയ്യൻ മുലകുടി മാറാത്ത കുഞ്ഞിനെയും കയ്യിൽ വെച്ച് നമ്മുടെ ഗ്ലാസിന്റെ ചില്ലിൽ തട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന്, തന്നോട് തന്റെ കുഞ്ഞിന്റെ പാലിന് ഭക്ഷണത്തിന് കൈനീട്ടുന്ന ഒരു പാവപ്പെട്ട അമ്മ, അവൾ ആരുമാകട്ടെ, ആ അമ്മയുടെ ചിത്രം അന്ന് രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നുവെങ്കിൽ, ആ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ ഒരമ്മയായ നിങ്ങളുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നുവെങ്കിൽ, ആ അമ്മയുടെ ദൈന്യത മുഖം അന്ന് രാത്രി നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയോ ഒരലോസരപ്പെടുത്തുന്നുവെങ്കിൽ, തീർച്ച ഒരു ഉത്തരം വന്ന് കിട്ടും, ഞാനൊരു മനുഷ്യനാണ്. അവൻ തമിഴ്നാടുകാരനല്ലേ, അവൻ കറുത്തവനല്ലേ, മറ്റവനല്ലേ എന്ന മേൽവിലാസങ്ങളുടെ മേൽ മനുഷ്യനെ നിർവചിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. മതം എന്നത് കരുണയാണ്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കണ്ടെത്താനാണ്. മാധവ സേവയാണ് മാനവ സേവ. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് മതം കടക്കണം. മതം പ്രസംഗിക്കാനുള്ളതല്ല, മതം പ്രവർത്തിക്കാനുള്ളതാണ്. ആ മതം കരുണയാണ്. മനുഷ്യ, ലോകത്തിന്റെ മുഴുവൻ ചക്രവാളവും നിന്റെ കൈവെള്ളയിൽ നിനക്ക് കിട്ടി, ബട്ട് ലോസസ് ഹിസ് സോൾ, നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയി. ദ ഗോസ്പൽ അക്കോർഡ് ഓഫ് മത്തായി, മത്തായി സുവിശേഷമാണ് അല്ലേ? അല്ലേ? ഞാൻ അത്രമേൽ അറിവുള്ള ഒരാളൊന്നുമല്ല. അറിവിന്റെ ബാലാരിട്ടത് പിന്നിട്ടിട്ടില്ലാത്ത ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത് സ്നേഹമാണ്, കരുണയാണ്, സഹജീവി സ്നേഹമാണ്, സഹാർദ്രതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അമൂല്യമായ ധനികനാണ് ഞാൻ. എൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ ധനികനാണ്. ആ ധനത്തിന്റെ പേരിൽ പോകുന്ന ഒരാൾ, ലോകം മുഴുവനും നിന്റെ കൈവെള്ളയിലുണ്ട്, പക്ഷേ നിനക്ക് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. ബട്ട് ലോസസ് ഹിസ് സോൾ, ആത്മാവ് നഷ്ടപ്പെട്ട മതം എന്തിനാണ്? അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാത്ത, വിധവയുടെ കണ്ണീരൊപ്പാൻ കഴിയാത്ത ഒരു മതത്തിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഈ മതത്തിന് അഗതികൾക്ക് അപ്പം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പാവപ്പെട്ട വിധവയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് തുടച്ചു മാറ്റാൻ നിന്റെ മതബോധത്തിന് കഴിയുന്നില്ലെങ്കിൽ,
ഏത് ഈശ്വരനിലാണ് നീ വിശ്വസിക്കുന്നത്? ഏത് ദൈവത്തെയാണ് നീ കാണുന്നത്? ഏത് ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് നീ ഈ ജപമാലയും ധരിച്ച്, ഈ തൊപ്പിയും വരിച്ച്, താടിയും വെച്ച്, ജപമാലയും പിടിച്ച്? ഞാൻ എന്നെ കുറിച്ച് പറയണം, എന്തിനാണ് നീ പള്ളിയുടെ അകത്തളത്തിലിരിക്കുന്നത്? കൊന്തയും പിടിച്ചിങ്ങനെ ആ കൊന്തയുടെ മണി മറിയുന്നതിനനുസരിച്ച് നിന്റെ ചുണ്ടുകൾ ചലിക്കുന്നെങ്കിൽ, ആ ദൈവസ്ത്രോത്രവും നാമവും നിന്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ, കൊന്തയുടെ മണി മാറുന്നതിനോടൊപ്പം പാവപ്പെട്ടവന്റെ കണ്ണീരും നിന്റെ ഹൃദയത്തെ ചലിപ്പിക്കണം. ഇല്ലെങ്കിൽ അത്തസ്വരം കേട്ടീടിനെ കാതു കാരുണ്യമാർന്നീടിനെ ദൃഷ്ടി ദിട്ടി, സാധുക്കളെ താങ്ങിയിടിനെ ബാഹു പരോപകാര പ്രവണം പ്രപഞ്ചം. മലയാളത്തിന്റെ കവി പറയുന്നുണ്ട്, നിന്റെ കൈ പാവങ്ങളെ താങ്ങിയെടുക്കണം, നിന്റെ കണ്ണുകൾ സാധുക്കളെ താങ്ങിയിടിനെ ബാഹു എന്ന് പറഞ്ഞ കൈ സംസ്കൃതമാണ്. നിന്റെ കൈ ഇങ്ങനെ പാവങ്ങളെ താങ്ങിയെടുക്കണം. കാരുണ്യമാർന്നീടിനെ ദൃഷ്ടി കാരുണ്യമുള്ള കണ്ണ് നിനക്കുണ്ടാവണം. സാന്തോക്തി യോതിയിടിനെ ജിഹ്വ നിന്റെ നാവ് കൊണ്ട് അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കാനല്ല, വെറുപ്പ് പ്രകടിപ്പിക്കാനല്ല. ദൈവം നാക്കുന്നതിനാണ്, മനുഷ്യനെ അകറ്റാനാണ്, മതങ്ങളുടെ മേൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കാനാണ്. എനിക്ക് ഈ ദൈവം ഈ നാക്ക് തന്നത് എന്തിനാണ്? വേലിക്കെട്ട് കെട്ടാനല്ല. വേലികെട്ടുകളെ പൊളിച്ചിട്ട് സാന്തോക്തി യോതിയിടിനെ ജിഹ്വ നിന്റെ ഈ നാവ് കൊണ്ട് ഒരു പാവപ്പെട്ടവന് സാന്ത്വനം കൊടുക്കാൻ കഴിയണം. നിന്റെ നാവ് അതിനു വേണ്ടിയാണ്. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഈ അടുത്ത സമയത്തൊക്കെ യൂട്യൂബില് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രഭാഷണങ്ങൾ വരികയാണ്. ഞാൻ എന്റെ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോ, അച്ഛൻ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോ, ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ ഞാൻ പറയുന്ന കാര്യം 100% സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടാവണം. ആ ബോധ്യത്തോടൊപ്പം തന്നെ ഞാൻ പറയുന്ന വാക്ക് ഈ സമൂഹത്തെ അകറ്റാത്തതാണ് എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടേ പറയാവൂ. ഊഹാപോഹങ്ങൾ പ്രസംഗിക്കാനുള്ളതല്ല. എന്നെ വിശ്വസിക്കുന്ന, എന്റെ പ്രസംഗം കേൾക്കുന്ന ഒരാളാണ്. എന്റെ പ്രസംഗം കേട്ടോണ്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് പൂർണ്ണമായ ബോധ്യവുമുള്ള കാര്യമായിരിക്കണം. കാരണം ഒരു സാധാരണക്കാരന് കൊടുക്കുന്ന സ്ഥാനമല്ല എനിക്ക് നിങ്ങൾ തരിക, അച്ഛന് നിങ്ങൾ കൊടുക്കുക. അങ്ങനെയാണോ? ഇടവകയിലെ സാധാരണക്കാരന്റെ ഒരു പദവിയാണ് അച്ഛന് കൊടുക്കുക? അല്ല, അച്ഛന്റെ തിരുവസ്ത്രത്തിന് വിശ്വാസികൾ കൊടുക്കുന്ന ഒരു മാന്യതയുണ്ട്. എന്റെ വസ്ത്രത്തിന് എന്റെ വിശ്വാസി സമൂഹം തരുന്ന ഒരു മാന്യതയുണ്ട്. വൈദ്യനും വൈദികനും വാദ്യാരും നന്നായാൽ ലോകം നന്നായി എന്നാണ്. വൈദ്യനും വൈദികനും വാദ്യാരും നന്നായാൽ ലോകം നന്നായി എന്നാണ്. കാരണം ഈ 3 ആളുകളുടെ മുമ്പിലാണ് ജനം വരുന്നത്. നമ്മൾ എന്ത് പറയുന്നു അവിടേക്ക് നമുക്ക് ജനങ്ങളെ തിരിക്കാൻ കഴിയും. ഇന്നെല്ലാം മനുഷ്യനെ തമ്മിൽ അകറ്റാനാണ്. അത് പ്രസംഗമാണെങ്കിലും ശരി, കലയാണെങ്കിലും ശരി, സിനിമയാണെങ്കിലും ശരി, നാടകമാണെങ്കിലും ശരി. ഞാൻ ആ നിലപാടുകാരനാണ്. അത് നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും എന്തുകൊണ്ടാണ് കല എന്ന് പറയുന്നത്? മനുഷ്യനെ അടുപ്പിക്കാനുള്ളതാണ്, അല്ലേ? കല എന്തിനുള്ളതാണ്? കല എപ്പോഴും മനുഷ്യനോട് നന്മ പറയാനാണ്. സിനിമ എന്തിനാണ്? സിനിമ നന്മയുടെ ഇതിവൃത്തമാവണം. പണ്ടത്തെ സിനിമകൾ അങ്ങനെയാണ്. കാനനച്ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. കാമുകി കാമുകനോട് ചോദിക്കുമ്പോ കാമുകൻ പറയുന്ന മറുപടി, അച്ഛനും അമ്മയും കിടന്നുറങ്ങുമ്പോ വേലി ചാടിയിട്ട് നീ പോരെ, ഞാൻ കൊണ്ടോക്കോളാന്നല്ല. പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. അന്നത്തെ മലയാള സിനിമയുടെ ഗാനത്തിന് പോലും അച്ഛനും അമ്മയും അതിനകത്തുള്ളതായിരുന്നു. കവിത എഴുതുന്ന കവിയുടെ ഉള്ളിൽ പ്രണയമെന്ന മനുഷ്യ ഹൃദയത്തെ അന്ധനും ബധിരനുമാക്കി മാറ്റുന്ന ലോകത്തിലെ ഈ ദിവ്യപ്രണയത്തിന്റെ പേരിൽ കാനനച്ചോലയിലേക്ക് പോകാമെന്ന് പറയുന്ന കാമുകയോട് പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ, നമ്മളത് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് ഒരു തെറ്റിനെ തിരുത്തുന്നതായിരുന്നു സിനിമ. ഇന്നിറങ്ങുന്ന സിനിമയോ അസത്യങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുക, എന്നിട്ട് മനുഷ്യനെ തമ്മിൽ അകറ്റുക. നാടകം എന്തിനാണ്? കർത്താവിന്റെ മണവാട്ടികളായി ജീവിതത്തിന്റെ സന്തോഷം മാറ്റിവെച്ച് പ്രേഷിത പ്രവർത്തനം നടത്തി വിദ്യാഭ്യാസ ആതുര മേഖലകളിൽ നിലനിൽക്കുന്ന കന്യാസ്ത്രീകളെ നാടകത്തിലൂടെ മോശമായി അവതരിപ്പിക്കുക. അത് കക്കുകളി നാടകമാണെങ്കിലും ശരി, ഏത് സിനിമയാണെങ്കിലും ശരി, മനുഷ്യനെ തമ്മിൽ അകറ്റുന്നത് നിരോധിക്കാൻ ഭരണകൂടത്തിന് കഴിയണം. ഏതെങ്കിലും ഒരു മേഖലയിൽ ചെറിയ സ്ഖലിതങ്ങളുണ്ട് എന്ന് വെച്ച് ആ മേഖലകളെ മുഴുവനും മനുഷ്യരുടെ അഭിമാനത്തെ പിച്ച് ചിന്തുക, സമൂഹത്തെ തമ്മിലകറ്റുക. ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാം മനുഷ്യത്വം നഷ്ടപ്പെടുന്നു എന്നെടുത്താണ്.
കക്കുകളി നാടകം വിവാദമുണ്ടായപ്പോൾ ആ സമയത്ത് ഒരു തിരുവസ്ത്രമറിഞ്ഞ ഒരു ആത്മീയതയുടെ രൂപങ്ങളെ അത് പരിഹസിക്കുന്നുവെങ്കിൽ അത് നിർത്തലാക്കാനും അതിൽ നിന്ന് മുന്നോട്ട് പോകാതിരിക്കാൻ നമുക്ക് കഴിയണം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അന്യന്റെ മാനത്തെ പിച്ച് ചിന്താനാണോ? അല്ല, ഇവിടെ മനുഷ്യത്വപരമായി ചിന്തിക്കാൻ കഴിയണം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഞാൻ അധികം നീട്ടിപ്പറത്തി പറയുന്നില്ല, 30 മിനിറ്റാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അല്പം വൈകിപ്പോയി. ഞാൻ കാസർഗോഡ് ഒരു പരിപാടിക്ക് പോയത് കൊണ്ട് വരാനൊരല്പം വൈകി. അതുകൊണ്ടാണ് എല്ലാം വൈകും, വൈകാത്തതൊന്നുമില്ല. ഞാനൊരല്പം വൈകി. അച്ഛൻ എന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ട്, വൈകും. കേരള എക്സ്പ്രസ്സിൽ ഞാൻ കാസർഗോഡ് നിന്ന് 12:30 എടുക്കേണ്ട കേരള എക്സ്പ്രസ് വന്നത് 2:30 മണിക്കാണ്. 10 മണിക്ക് എത്തേണ്ട ഞാൻ എത്തിയത് 12 മണിക്കാണ്. കേരള എക്സ്പ്രസ് അങ്ങനെയാണ്. വെള്ളിയാഴ്ച 12:30 മണിക്ക് തിരുവനന്തപുരത്ത് എത്തേണ്ടതാണ്. ഇന്നേ വരെ ആ സാധനം കറക്റ്റ് ഓടിയിട്ടില്ല. എന്നും അത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ലേറ്റാണ്. എന്നാൽ ട്രെയിൻ ഉപയോഗിച്ചിട്ട് ഫ്ലൈറ്റിന് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ പറയും ഇതേവരെ പറഞ്ഞ സമയത്ത് പൊന്താത്ത എയർ ഇന്ത്യ ഇന്ന് ക്യാൻസലാക്കി എന്ന് പറയും. എന്നാൽ KSRTC പോയാലോ അപ്പോൾ പറയും കട്ടപ്പുറത്താണ് ബസ്, അതുകൊണ്ട് തന്നെ ബസ് ക്യാൻസലാക്കി. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കേരള എക്സ്പ്രസ് വൈകിയാണ് വരിക. ജീവിതത്തിൽ ഒരിക്കൽ ആദ്യമായിട്ട് വെള്ളിയാഴ്ച 12 മണിക്ക് കേരള എക്സ്പ്രസ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പൊ അതിലെ യാത്രക്കാർ മുഴുവൻ ആ എഞ്ചിൻ ഡ്രൈവറിന് കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. അടുത്ത പൂക്കടയിൽ നിന്നൊരു മുല്ലപ്പൂ മാലയൊക്കെ വാങ്ങിച്ച് എഞ്ചിൻ ഡ്രൈവറിനും പൈലറ്റിനും ഇട്ട് കൊടുത്തു. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ പതിവില്ലാതെ ആകെ എത്ര വർഷമായിട്ട് ഓടിക്കുന്നു, ഈ സ്വീകരണം എന്തിനാണ്? അപ്പോ യാത്രക്കാർ പറഞ്ഞു, ആദ്യമായിട്ട് ഇത് കൃത്യമായിട്ട് ഇവിടെ എത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്വീകരണം തന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, തെറ്റിപ്പോയി, ഏറ്റവും വൈകി ഓടിയിരുന്നാണ്, ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച വരേണ്ടതാണ്. ഈ വെള്ളിയാഴ്ച ഇപ്പൊ ഒരാഴ്ച വൈകിട്ടാണ്, ഈ വെള്ളിയാഴ്ചയാണ് വന്നതെന്ന് ഡ്രൈവർ മറുപടി പറഞ്ഞു. അത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എല്ലാം വൈകിയേ വരൂ. വൈകാതെ ജീവിതത്തിൽ വരുന്ന ഒന്നു മാത്രമേ ഉള്ളൂ, സമയക്ലിപ്തതയോടെ, കടികാര നിർബന്ധ ബുദ്ധിയോടെ നമ്മുടെ ജീവിതത്തിൽ വൈകാതെ വരുന്ന, ഞാനും വൈകിയാ വന്നത്, ഒന്നേ ഉള്ളൂ, അത് മരണദൂതനാണ്. അതേത് സമയത്തും വരും. കടികാര നിർബന്ധതയോടെ തീരുമാനിച്ച സമയം എവിടെയാണോ, ആ 7-ാം കടലിന്റെ ഉള്ളിൽ അഗാധതയിൽ കിടക്കുന്ന തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ തിമിംഗലം വെടികെ ചിപ്പിക്കുള്ളിൽ പോയി ഒളിച്ചാലും ആ മരണദൂതൻ നിന്നെ തേടി കൃത്യമായി വരും. അതൊരിക്കലും വൈകില്ല. മരണദൂതനോട് ഒരു മിനിറ്റ് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാൻ, സ്വർഗത്തിലേക്ക് പോകാനല്ലേ എന്ന് പറഞ്ഞാൽ വരില്ല, താമസമില്ല. അതുകൊണ്ട് ഏത് സമയത്തും പെടഞ്ഞു വീണ് മരിക്കുന്ന ഒരു അല്പായുസാണ് ദൈവം തന്നതെന്നിരിക്കെ ഈ കിട്ടുന്ന ചെറിയ ഒരു ആയുസിന്റെ ഉള്ളിൽ ഇത്രമേൽ വിദ്വേഷം പടർത്തി ജീവിച്ചിട്ട് നമുക്ക് എന്ത് ലാഭമാണുള്ളത്? കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ? നമ്മൾ ആരും ജനിച്ചപ്പോ കൂടെയില്ല, മരിക്കുമ്പോ ഒന്നിച്ചു പോവില്ല. ജനനമൃതികളുടെ ഇടയിലുള്ള ജീവിതത്തിന്റെ ഏതോ നാൽക്കവലയിൽ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടി പിരിഞ്ഞുപോയി മനസ്സിന്റെ ഉള്ളിൽ മുഴുവനും ഈ കാലുഷ്യവും ദേഷ്യവുമായിട്ട് ജീവിച്ചിട്ട് മനുഷ്യ നിനക്കെന്ത് നേടാൻ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക. ചിക്കാഗോ സമ്മേളനത്തിൽ പോയ കാഷായ വസ്ത്രധാരിയായ സ്വാമിജി വിവേകാനന്ദൻ ലോക മത നേതാക്കളെ അഭിസംബോധന ചെയ്യുമ്പോ കാഷായ വേഷം കണ്ട് മുഷിപ്പ് കണ്ട് കണ്ണു മഞ്ഞളിച്ച യൂറോപ്യന്റെ മുമ്പിൽ ആർഷഭാരതത്തിന് അടയാളമായി സ്വാമി വിളിച്ചത് മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. കാഷായ വസ്ത്രക്കാരന്റെ പ്രസംഗം കേട്ടെന്ന് പറഞ്ഞ ആഢ്യത്വത്തോടെ തിരിഞ്ഞുപോയ പടിഞ്ഞാറുകാരനെ തിരിച്ചു വിളിപ്പിച്ച ഒരു സന്ദേശമുണ്ട്. അത് മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന കാഷായ വസ്ത്രത്തിന്റെ നാദധാരയാണ്. നമ്മൾ മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, എന്റെ സഹോദരി സഹോദരന്മാരെ, അങ്ങനെ വിളിക്കാൻ നമുക്ക് കഴിയുന്നു, അങ്ങനെ പറയാൻ നമുക്ക് കഴിയുന്നു. ആ ഒരൊറ്റ പറച്ചിലിന് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. ന്യൂയോർക്ക് നഗരത്തിന്റെ തെരുവിൽ ഒരു പാവപ്പെട്ട ഭിക്ഷകൻ ഇരിക്കുകയാണ്. ലോകപ്രശസ്തനായ മനുഷ്യൻ അദ്ദേഹത്തിന് മുമ്പിലൂടെ കടന്നു വന്നു. അദ്ദേഹം പാത്രം നീട്ടി. അയാൾ പോക്കറ്റിൽ കൈയിട്ടപ്പോ ഒന്നുമില്ല കൊടുക്കാൻ. അയാൾ അതിപ്രശസ്തനാണെന്ന്. അയാൾ പറഞ്ഞു, സഹോദര, എന്റെ കയ്യിൽ ഇപ്പോൾ നിനക്ക് തരാൻ ഒന്നുമില്ല, എന്റെ പോക്കറ്റ് കാലിയാണ്. ഇയാള് ഭിക്ഷാപാത്രം താഴെയിട്ട് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എത്രയോ നാളുകളായിട്ട് ഈ പാതവക്കിൽ ഇരിക്കുന്നു, എനിക്ക് ഇത്രയും വിലപിടിപ്പുള്ള ഒരു സമ്മാനം ഇന്നേ വരെ ഒരാൾ തന്നിട്ടില്ല. ഇയാൾ ചോദിച്ചു, തരാത്തത് കൊണ്ട് പരിഹസിക്കുകയാണോ? ഓപ്പോസിറ്റ് ട്രോൾ ഉണ്ടല്ലോ, തരാത്തത് കൊണ്ട് പരിഹസിക്കുകയാണോ?
ആ ഭിക്ഷകൻ ആരാരുമില്ലാതെ ലോകത്ത് ജീവിച്ച ആ ഭിക്ഷകനായ മനുഷ്യൻ നഗരപ്രാന്തത്തിലൂടെ നടന്നു പോകുന്നവന്റെ ഭിക്ഷയിൽ ഭക്ഷണം കഴിച്ച, സ്വന്തക്കാരില്ലാത്ത, ബന്ധക്കാരില്ലാത്ത, മക്കളില്ല, പുത്രകളത്രാദികളില്ല, ബന്ധുമിത്രാദികളില്ല, ആ മനുഷ്യൻ അയാളോട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങൾ എന്നെ തന്നത്. ധാരാളം ആളുകൾ എനിക്ക് ചില്ലറ തുട്ടുകൾ തന്നിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ സഹോദര എന്ന് വിളിക്കുന്നത്. എന്നെ ആരും ഇന്നേ വരെ സഹോദര എന്ന് വിളിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിക്കുമ്പോൾ ഞാൻ തളർന്നു വീണാൽ എന്നെ താങ്ങിപ്പിടിക്കാൻ എനിക്ക് ആരോ ഒരാളുണ്ട്. ഞാൻ കരഞ്ഞാൽ എന്റെ കണ്ണീര് ഒപ്പിത്തരാൻ ഏതോ ഒരാളുണ്ട് എന്ന ഒരു ആശ്വാസം എന്റെ ഹൃദയത്തിലുണ്ട്. ഒന്നുമില്ലാത്ത പാതവക്കിലിരിക്കുന്ന പാവപ്പെട്ടവനെ സഹോദര എന്ന് വിളിച്ച നിങ്ങളെക്കാൾ വലിയൊരു സമ്മാനം ലോകത്തിലേക്ക് ആര് തരും? യേശു നടന്നു പോയത് കുഷ്ഠരോഗികളുടെയും പാണ്ട് പിടിച്ചവന്റെയും ഇടയിലൂടെയാണ്. സാമൂതിരിമാരുടെയും തമ്പുരാക്കന്മാരുടെയും മുമ്പിലല്ല, അന്യവൽക്കരിക്കപ്പെട്ടവരുടെ മുമ്പിൽ. സഹോദര എന്ന് നിങ്ങൾ എന്നെ വിളിക്കുകയല്ലേ? ഇനി എനിക്ക് എന്തൊക്കെയോ ആരൊക്കെയോ എനിക്കുണ്ട്. ഏതൻ ചാരിറ്റബിൾ ട്രസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരൊരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു 10 കിലോ അരിയില്ല. നാളെ പട്ടിണി കിടന്ന് ഞാൻ മരിക്കില്ല, വിശക്കുന്ന നേരത്തെ എനിക്ക് ഭക്ഷണം എത്തിക്കാൻ വരുന്ന ഏതോ ഒരു കൂടപ്പുറപ്പ് എനിക്കുണ്ട് എന്നവരുടെ മനസ്സിൽ തോന്നിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ചാരിറ്റിയുടെ പ്രത്യേകത. ഞാൻ പട്ടിണി കിടന്ന് മരിക്കില്ല ഏതനുള്ളിടത്തോളം കാലം. ആരും നോക്കാനില്ലാതെ ഞാൻ ഇവിടെ കിടന്ന് പുഴുവരിച്ചു പോവില്ല ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന മാലാകമാരുള്ളിടത്തോളം കാലം. അതിന് 1 കോടി കൊടുക്കണമെന്നൊന്നുമില്ല, 1 ലക്ഷം കൊടുക്കണമെന്നുമില്ല, ഒന്നുമില്ല. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്ന അവരാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്താൻ വേണ്ടി ഉപ്പ് സത്യാഗ്രഹം തീരുമാനിച്ചു. അന്ന് AICC കൂടിയപ്പോ ഗാന്ധിജി നടത്താൻ പോകുന്ന സമരത്തിന് എന്ത് പേരിടണം? അപ്പൊ ഗാന്ധിജിയാണ് പറഞ്ഞത് ഉപ്പ് സത്യാഗ്രഹം. അന്ന് AICCയിലെ മെമ്പർമാര് പറഞ്ഞു, ഒരു വലിയ സമരം നടത്തുമ്പോ ഏറ്റവും ചെറിയ ഉപ്പിന്റെ പേരോ, ഇതിനൊരു പേരിനൊരു ഗരിമയില്ല. അന്ന് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടറിഞ്ഞ ഗാന്ധിജി പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇന്ത്യയിൽ താമസിക്കുന്ന ഏറ്റവും അവസാനത്തെ പരമദരിദ്രനായ മനുഷ്യനെ സ്പർശിക്കാൻ കഴിയുന്ന ഒരു പേരെ ഞാൻ എന്റെ സമരത്തിന് കൊടുക്കൂ, അത് ഉപ്പാണ്. ഉപ്പ് തൊടാത്ത ദരിദ്ര നേതാവുള്ളത്. അതുകൊണ്ടാണ് ആ സത്യാഗ്രഹത്തിന് ഇന്ത്യ രാജ്യത്തില് പട്ടിണി കിടക്കുന്ന, ആഹാരം കഴിക്കാനില്ലാത്ത അഗതികളും നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ നമ്മളെല്ലാവരും റിട്ടാൻ കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി 5 നക്ഷത്ര ഹോട്ടലിൽ പോയി സുഖമായി ഉറങ്ങി, വൈകുന്നേരം 12 തരം കറിയും കൂട്ടി റിട്ടാന്റെ ഭോജനം നടത്തി ശീതീകരിച്ച റൂമിൽ ഒരു കൊതുകിന് പോലും കടന്നു വരാൻ കഴിയാത്ത ശീതീകരിച്ച റൂമിൽ നമ്മുടെ ഭാര്യയോടൊത്ത് കിടക്കുമ്പോ ആകാശത്ത് തിമിർത്തു പെയ്യുന്ന മടയിൽ ഒന്ന് ഉറങ്ങാൻ കഴിയാതെ പീഡികത്തിണ്ണയിൽ കടവരാന്തയിൽ വിറകുകൊള്ളികളെ പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. നമ്മുടെ മക്കളെ കൈ നിറയെ സ്വർണവും കൊടുത്ത് അവരെ വലിയ വെള്ള തിരുവസ്ത്രവും ധരുത്തി അച്ഛന്റെ അടുക്കൽ കൊണ്ടുപോയി മനസ്സമ്മതവും നടത്തി ബെൻസ് കാറയിൽ നമ്മുടെ കുഞ്ഞിങ്ങനെ കയറിപ്പോകുമ്പോ ആ നമ്മുടെ മകളുടെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ട് 30 വയസ്സായിട്ട് പോലും സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ പേരിൽ വിവാഹത്തിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. അപ്പുറത്തിരിക്കുന്ന ഒരു ചെറ്റക്കുടിലിരുന്ന് അതിന്റെ ഓലക്കാതുകൾക്കിടയിലൂടെ തന്റെ കൂടെ പഠിച്ച കുബേരന്റെ മക്കൾ കൈനിറയെ സ്വർണ്ണമിട്ടിട്ടുകൊണ്ട് മംഗല്യത്തിലോട്ട് കടന്നു പോകുമ്പോ നെടുവീർപ്പിട്ടിട്ട് കരയുന്ന 100 കണക്കിന് പാവപ്പെട്ട പെൺകുട്ടികളുണ്ട് നമ്മുടെ ഇടയിൽ. ആരുമില്ലാത്തവർ, അവരാരുമില്ലാത്തോർ, ആലംബമില്ലാത്തോർ, അവരുടെ ദുഃഖങ്ങൾ ആരറിയാൻ, അവർ അർത്ഥാഹീനന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരു കേൾക്കാൻ. സങ്കടം കേൾക്കാൻ ആരുമില്ലാത്ത, ദുഃഖമറിയാൻ ആരുമില്ലാത്ത പാവങ്ങളോട് ചേർത്ത് നിൽക്കുമ്പോഴാണ്, അവരുടെ അടുക്കലേക്ക് പോകുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുക. ഒരു വാർഡ് മെമ്പറിന് ദൈവത്തിന്റെ ഏറ്റവും വലിയ തൃപ്തി കിട്ടും. എപ്പോഴെന്നറിയോ? ഞാൻ ജയിച്ചു വന്ന വാർഡിന്റെ ഉള്ളിൽ ഉച്ചക്കഞ്ഞി കുടിക്കാത്തൊരു വീടുണ്ടെങ്കിൽ ആ വീടിനെ തെരഞ്ഞു പിടിച്ചു പഞ്ചായത്തിന് അറിയിച്ചിട്ട് ആ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ആ വാർഡ് മെമ്പർ മാലാകയാകുക. അല്ലേ? ഒരു വാർഡ് മെമ്പറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സുഹൃതങ്ങൾ എത്രയുണ്ട്. ഇതൊരു അധികാര രാഷ്ട്രീയത്തിന്റെ ഇടവഴികളിലേക്കുള്ള ത്രിതല പഞ്ചായത്തിന്റെ വിഭജനത്തിൽ കിട്ടിയൊരു സമ്മാനമല്ല. ഇത് പാവപ്പെട്ടവനെ സേവിക്കാനുള്ള ഒരു അവസരമാണ്. പാവപ്പെട്ടവന്റെ വീട്ടിലോട്ട് കയറിപ്പോകാനുള്ള ഒരു അവസരം.
ആസ്റ്റർ മെഡിസിറ്റി കേട്ടിട്ടില്ല എറണാകുളത്ത്? ആസ്റ്ററിന്റെ MD ഉണ്ട് ആസാദ് മൂപ്പൻ. അദ്ദേഹത്തിന്റെ ലേഖനം ഞാൻ വായിച്ചു. അദ്ദേഹത്തിനോട് ഈ അഭിമുഖം നടത്തിയ ആൾ ചോദിച്ചു, മക്കളോട് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്താന്ന്? അപ്പൊ ആസാദ് മുപ്പൻ തന്നെ മക്കളെല്ലാം ഡോക്ടറാണ്, അവരോട് ഞാൻ പറയും രാവിലെ ജിമ്മിനൊന്നും പോകണ്ട. നമ്മുടെ ഈ ചെറുപ്പക്കാരൊക്കെ രാവിലെ ഒരു 80 കിലോ 90 കിലോ 6 പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ജിമ്മിങ്ങനെ പൊക്കും, 80 കിലോ 100 കിലോ. എൻ്റെ മക്കളോട് ഞാൻ പറയും, നിങ്ങൾ 80 കിലോ ജിമ്മിൽ പൊക്കണ്ട, രാവിലെ ഇറങ്ങി നടക്കൂ. കിടന്നുപോയ രോഗിയെ കാണാൻ, എഴുന്നേക്കാൻ പറ്റാതെ കിടന്നുപോയ രോഗി, പാരലൈസ് വന്ന രോഗി, ആ രോഗിയെ പോയി 2 കൈകൾ കൊണ്ട് താങ്ങിയെടുത്തങ്ങ് ഇരുത്തൂ. മിനിമം ഒരു 80 കിലോ 90 കിലോ നമുക്ക് പൊക്കാൻ പറ്റും. കുറെ കഴിഞ്ഞ് അവർക്ക് എല്ലാ ശുശ്രൂഷയും ചെയ്തിട്ടൊന്ന് താങ്ങിക്കടത്തു. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളുടെ മാംസപേശികൾക്ക് ബലം കൊടുക്കാൻ കഴിയും. ജിമ്മിൽ പോയി ഭാരമുയർത്തുന്നതിലല്ല, തളർന്നു കിടക്കുന്നവനെ ചാരിയിരുത്തി വാത്സല്യത്തോടെ കൊടുക്കാൻ കഴിയുന്ന സേവനത്തിനാണ് ഞാൻ മക്കളോട് പറയുന്നത്. ആസാദ് മൂപ്പൻ പറയാറുണ്ട്. നമ്മൾ പറയാം മക്കളോട്, മക്കൾ രാവിലെ ജിമ്മിൽ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഏറെ പറയുന്നില്ല. അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, ഖൈറുൽ കലാമി മാ കല്ലാവതല്ല. അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയസമ്പുഷ്ടവും അർത്ഥവൈപുല്യവുമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് ആപ്തവാക്യം. അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ ഈ നന്മകളെ മരണം വരെ കാത്തു സൂക്ഷിക്കണം. അതിനൊത്തിരി വേണ്ട. 2012 എനിക്ക് തോന്നുന്നു. കാരണം വല്ലാത്ത ചൂടുമാണ്, അധിക നേരം ഇരിക്കുന്നത് അത്രമേൽ സുഖകരമാവില്ല. പിന്നെ നിങ്ങളൊരു വലിയ പ്രാർത്ഥന ഇവിടെ നടത്തി, ഇയാൾ എങ്ങനെയും ഒന്ന് നിർത്തിയാൽ മതിയല്ലേ. ദൈവമേ, ഇയാളൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ത് ചെയ്തതെന്ന് വിചാരിച്ച് ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥന നടത്തേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യനായി ജീവിക്കുക, നല്ലവനായി ജീവിക്കുക. ഹരിത 2012 എനിക്ക് തോന്നുന്നു SSLCക്ക് മലയാളത്തിന്റെ സെക്കൻഡ് പേപ്പർ എഴുതാൻ വന്ന മലയാളി കുട്ടികൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ചെർക്കള പഞ്ചായത്തിലെ 10ാം വാർഡിൽ താമസിക്കുന്ന ഹരിത എസ്പനോവ എന്ന 10 വയസ്സുകാരിക്ക് അവൾ ചെയ്ത സൽക്കർമ്മത്തെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും കത്തെഴുതുക. മലയാള സെക്കൻഡ് പേപ്പർ 2012 എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ യാത്രയുടെ തിരക്കൊണ്ട് റെഫർ ചെയ്യാനൊന്ന സമയം കിട്ടിയില്ല. ഓർമ്മകളിൽ നിന്ന് ചകഞ്ഞെടുത്ത് പറയാൻ. ഇതൊക്കെ ലൈവ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നാളെ ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത പൊല്ലാപ്പ്. ലോകത്തൊരു മനുഷ്യനെയും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മന്ത്രി പറയുന്ന വാക്കിൻ്റെ പുറകെ, പിന്നെ മൃതദേഹത്തിൻ്റെ പുറകല്ല, പിന്നെ മന്ത്രിയുടെ നാവിൻ്റെ പുറകെയാണ് ആളുകൾ. മൃതദേഹം പോയി, വിലാപയാത്രയും പോയി, പിന്നെ ആ സാഹചര്യം എന്ത് എന്ന് പുറകും നോക്കാം. പിന്നെ മന്ത്രി പറഞ്ഞ വാക്കിൻ്റെ പുറകെയാണ്. അതാണ് മലയാളിയുടെ ഗുണം. ഒന്നിൽ സംതൃപ്തി ഇല്ലാത്ത ഒരാൾ. വെറുതെ ഞാൻ എൻ്റെ നാടിനെ കുറ്റം പറയല്ല. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാടിയിടങ്ങണി മണ്ണുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നാട് പ്രിയങ്കരം. പക്ഷെ നമ്മുടെ സ്വഭാവം വളരെ മോശമാണ്. നിങ്ങളൊരു അറബിയുടെ കണ്ടാലേ, അറബിയോട് ചോദിച്ചു നോക്ക്, കൈഫൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു, അറബിയിൽ അങ്ങനെയൊക്കെ എന്താ വിഷയം. അപ്പം അയാൾ പറയും ഖൈർ, പൂർണ്ണ സന്തോഷം. അല്ലാഹ് പടച്ചോനെല്ലാം നന്നിട്ട് പൂർണ്ണ സന്തോഷമാണ്. നിങ്ങൾ ഹിന്ദിക്കാരനോട് ചോദിക്കുക, ഭായ് കൈസാഹെ, ഖൈരിയത്തെ ഭയ്യ. നിങ്ങൾ ബംഗാളികൾ കൈസാഹെ, ഖൈരിയത്തെ ഭയ്യ. തമിഴനോട് പോയിച്ച്, ഭായ് അണ്ണ എപ്പടി ഇருக்கு, നല്ല ഇറുക്കപ്പാ, സന്തോഷം, നിമ്മതിയാ ഇருக்கு. ഒരു പാപ്പട്ട്. നിങ്ങൾ ഒരു മലയാളിയോട് ചോദിക്കുക എങ്ങനെയുണ്ട്, ആ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു. ഒരു വിധത്തിൽ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. കിട്ടിയ സംതൃപ്തിയെ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ അടയാളപ്പെടുത്താൻ പോലും തയ്യാറല്ലാത്ത വിധം സ്വാർത്ഥതയുടെ ഒരു പര്യായമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാറിപ്പോയിട്ടു. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവന്റെ പുറകെ യാത്രയാകുന്നത്. ഹരിത എസ്പനോവ ചെയ്ത, ഞാൻ ഒരു അവസാനിപ്പിക്കും, ഹരിത എസ്പനോവ ചെയ്ത സൽക്കർമ്മം എന്താണെന്നറിയോ? അവിടെ ഒരു കൊച്ചുകുട്ടിയാണ്. അവളുടെ അച്ഛനും അമ്മയും വിഷുക്കൈ നീട്ടം കൊടുത്ത, ഓണത്തിന് സമ്മാനമായി കൊടുത്ത, മിഠായി വാങ്ങിക്കാൻ കൊടുത്ത ചെറിയ പൈസ അവളൊരു ചെറിയ പാത്രത്തിൽ ഇട്ടു വെച്ചു. അന്നത്തെ ദിവസം മധ്യവേനൽ അവധിക്ക് ഇതുപോലൊരു വെക്കേഷൻ സ്കൂൾ അടയ്ക്കാൻ പോയപ്പോൾ എല്ലാവരും തുള്ളിക്കളിച്ച് പൂമ്പാറ്റകളോട് കവിതയും കഥയും പറഞ്ഞ് വേനൽക്കാല അവധി ആഘോഷിക്കാൻ കുട്ടികൾ തുള്ളിപ്പോകുമ്പോൾ ഹരിത എന്ന 10 വയസ്സുകാരി ചെറിയ പാത്രമായി തന്റെ ടീച്ചറിന്റെ അടുക്കൽ ചെണ്ടുവന്നു, ടീച്ചർ ഇതെന്റെ സമ്പാദ്യമാണ്, ഇതൊന്ന് പൊട്ടിക്കണം. അവരത് പൊട്ടിച്ചു. മോളെ ഇത് എന്തിനാണ് നോക്കിയപ്പോൾ 272 രൂപ 35 പൈസ ഉണ്ടായിരുന്നു. പൊന്നുമോളുടെ ചെറിയ സമ്പാദ്യം, ചെറിയ നമ്മുടെ കുടുക്ക. എന്തിനാണ്? അവൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിൽ വരുമ്പോൾ എൻ്റെ കൂടെ ഈ പലക ബെഞ്ചിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ച എൻ്റെ കളിക്കൂട്ടുകാരിയുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പേപ്പർ കളിക്കുകയും മറ്റും കളിച്ച എൻ്റെ കൂട്ടുകാരി സുമയ്യ. കാസർഗോഡ് എൻഡോസൽഫാൻ വിഷദുരന്തത്തിൻ്റെ അടിമയായി മലാശയവും മൂത്രാശയവും വെളിയിലേക്ക് തള്ളി അവൾ ഗുരുതരമായി രോഗം ബാധിച്ച് വീട്ടിലാണ്. അവൾ സ്കൂളിൽ വന്നിട്ടില്ല. ഈ പൈസ എൻ്റെ കൂട്ടുകാരി സുമയ്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ അവൾക്ക് വേണ്ടി കരുതി വെച്ചതാണ്. അധ്യാപികയുടെ കണ്ണ് നിറഞ്ഞുപോയി.
ഇത് ഞാൻ സുമയ്യക്ക് വേണ്ടി മിഠായി കൊടുക്കാൻ അമ്മ കൊടുത്ത ചില്ലറത്തുട്ട് പോലും കളിബെഞ്ചിൽ അടുത്തിരുന്ന കൂട്ടുകാരിക്ക് വേണ്ടി മാറ്റിവെച്ച ഹരിത. അത് വലിയ വാർത്തയായി. പിന്നീട് ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അവരുടെ സമ്പാദ്യം ഒരു പാത്രത്തിൽ ശേഖരിക്കാൻ തുടങ്ങി. പിറ്റേ വർഷം മുഴുവൻ കുട്ടികളും ആ പാത്രം പൊട്ടിച്ചപ്പോൾ 2,73,242 രൂപ 65 പൈസ ഉണ്ടായിരുന്നു അവരുടെ സമ്പാദ്യം. ആ സ്കൂളിൽ ദുരന്തബാധിതരായി കിടക്കുന്ന കുട്ടികളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു ഹരിത എന്ന കുട്ടി. അതിന് തുടക്കമിട്ടത് ഈ 10 വയസ്സുകാരിയാണ്. അതുകൊണ്ട് നമ്മൾ വലിയ ധനികരാകണമെന്നില്ല. ഉള്ളതിൽ നിന്നൊരല്പനേരം മാറ്റിവെച്ച് മറ്റുള്ളവന് കൊടുക്കാൻ കഴിയുന്ന, കൂട്ടുകാരി സുമയ്യയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ബോധമുണ്ടല്ലോ, ആ ബോധത്തിനാണ് ഇന്ന് വിലയുള്ളത്. നമുക്കിടയിൽ മതിലുകൾ തീർക്കുന്ന ഒരു കാലത്ത് മതിലുകൾക്കപ്പുറം ഒന്നിച്ച് ചേർന്ന് നിൽക്കാൻ കഴിയും. ഹരിതയ്ക്ക് സുമയെ ഓർമ്മ വരണം. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടെന്നറിയൂ? ഞാനിത് പറയുന്നത്, ഇത് പാരീശാളല്ലേ, പള്ളിയുടെ പാരീശാളാണ്. എൻ്റെ സ്വദേശം കൊല്ലമല്ല, എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ കാഞ്ഞാർ എന്ന് പറയുന്ന പെരിയാറിൻ്റെ ഓളങ്ങൾ തടം തല്ലിയാതൊടുക്കുന്ന സുന്ദരി പെണ്ണിൻ്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ ഈ കരിങ്കല്ലിൽ, വെള്ളാരക്കല്ലിൽ ജലമിങ്ങനെ തട്ടിത്തളർന്നു പോകുന്ന ഒരു പെരിയാറിൻ്റെ ഓരത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ നിന്ന് വാതിൽ വന്നാൽ പിന്നെ താഴെ പുഴയാണ്. അവിടെയാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ നാട്ടിലൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. ക്രിസ്ത്യൻസാണ് കൂടുതൽ. ക്രിസ്ത്യൻസും മുസ്ലിം എല്ലാവരും ഉണ്ട്. മുസ്ലിംസാണ് കുറച്ചുകൂടി കൂടുതൽ. ഞാൻ പഠിച്ചതൊരു കോൺവെന്റ് സ്കൂളിലാണ്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം സെന്റ് ജോസഫ് LP സ്കൂൾ അറക്കുളം. ഹൈസ്കൂളിൽ പോയത് സെന്റ് തോമസ് UP സ്കൂൾ അറക്കുളം, അല്ല UP സ്കൂളിൽ പോയത്. പിന്നീട് ഹൈസ്കൂളിൽ പോയത് സെന്റ് മേരീസ് ഹൈസ്കൂൾ അറക്കുളം. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളിൽ. ഈ 3 സ്കൂളിൻ്റെയും ഇടയിൽ ഒരു ചെറിയ മഠമുണ്ട്, തിരുഹൃദയ മഠം, സേക്രഡ് ഹാർട്ട് തിരുഹൃദയ മഠം. SH കോൺവെന്റ് എന്നാണ് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് അവിടെയാണ്. ഇനി ഞാൻ എൻ്റെ പിതാവിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ നെരുപ്പോടിൽ കിടന്ന് ജീവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 6 മാസം പ്രായമുള്ളപ്പോൾ പിതാവ് ഉപേക്ഷിച്ചു പോയി. പിന്നെ അമ്മയാണ് എന്നെ വളർത്തിയത്. 24 വർഷം കൂലിപ്പണി ചെയ്ത് ഒരു കോൺട്രാക്ടറിൻ്റെ കീഴിൽ കരിങ്കല്ല് ചുമന്ന് എൻ്റെ അമ്മ എന്നെ വളർത്തി. ഞാനും എൻ്റെ ബ്രദറും എൻ്റെ ജ്യേഷ്ഠനും. എൻ്റെ മോനിരിപ്പുണ്ട് എൻ്റെ കൂടെ, അവർക്കറിയാം, എൻ്റെ മോനാണ്. അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. അമ്മയെ അറിയണം നമ്മൾ. അമ്മ എന്നുള്ള 2 അക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ഡ സാഹിത്യമൊക്കെ കുറിപ്പതായി. കഴിഞ്ഞ മാസം കൊല്ലം സെഷൻസ് കോടതി ഒരു മകനെ ജീവപര്യന്തം ശിക്ഷിച്ചു. മകനെയും കൂട്ടുകാരൻ. എന്തിനെന്നറിയോ? പാവപ്പെട്ട അമ്മയെ മകൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് കയ്യും കാലും കെട്ടിയിട്ട് കൂട്ടുകാരൻ തലക്കടിച്ചു കൊന്ന് 2 പേരും കൂടെ അമ്മയെ 3 കഷണങ്ങളാക്കി വീടിൻ്റെ പുറകിൽ കുഴിച്ചിട്ടു. ജന്മം നൽകിയ അമ്മയെ കൂട്ടുകാരനോടൊത്ത് എന്തിനെന്നറിയോ? മദ്യം കുടിക്കാൻ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ. അമ്മമാരുടെ കണ്ണുനീറുകൾ ചാലിട്ടൊടുക്കുന്ന ഒരു കാലം, അമ്മ എന്ന ഒന്നിന് ജീവിതത്തിൽ ഒരു സ്ഥാനവും കൊടുക്കാത്ത കാലം. ഈ അമ്മയോട്, അമ്മയെ അറിയാത്ത വിദ്യാഭ്യാസം എന്തിന്? അമ്മ അറിയാത്ത ആദിശങ്കരൻ ജ്ഞാനപീഠമെല്ലാം ജ്ഞാനഗോകുലം കയറിയിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ ആര്യാമ്പ കടപ്പിലാണ്. അമ്മ ആര്യാമ്പയോട് ഈ മകൻ വലിയ വിജ്ഞാനമൊക്കെ നേടി വരുമ്പോൾ അമ്മ ആര്യാമ്പയോട് മകൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ എന്ത് തരണം? എന്നിട്ട് ഈ ആദിശങ്കരൻ ചോദിക്കുന്നുണ്ട് ആര്യാമ്പയോട്, അമ്മേ നൈരുച്യം ധനുശോഷണം മലമയി ശയ്യാച്ച സാമ്പൽസരെ. അമ്മേ, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിനോട് അരുചി തോന്നിയത് നൈരുച്യം ധനുശോഷണം മലമയി. നൈരുച്യം, അമ്മയ്ക്ക് ഭക്ഷണത്തിനോട് രുചിയില്ലായിരുന്നല്ലേ അമ്മേ? ധനുശോഷണം, അമ്മയുടെ ശരീരം മെലിഞ്ഞു പോയല്ലേ അമ്മേ? ഞാൻ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ കിടന്ന കാലത്താണല്ലേ അമ്മയ്ക്ക് ഭക്ഷണത്തിനോട് രുചിയില്ലായിരുന്നത്? ഞാൻ അമ്മയുടെ വയറ്റിൽ കിടന്ന അമ്മയുടെ പോഷകാഹാരം മുഴുവനും വലിച്ചെടുത്തത് കൊണ്ടല്ലേ അമ്മയുടെ ശരീരം മെലിഞ്ഞു പോയത്? മലമയി ശയ്യാച്ച സാമ്പൽസരെ. മാസങ്ങളോളം അമ്മ കിടന്നുറങ്ങിയ വിരിപ്പ് എൻ്റെ മലമൂത്രത്തിൻ്റെ മുകളിലായിരുന്നല്ലേ അമ്മേ? നമുക്ക് കുറ്റം അമ്മയോട് ചോദിക്കാൻ. ജീവിതത്തിൽ വരെ UK-യിലും ബ്രിട്ടനിലും ഒക്കെ പോയി നേഴ്സിംഗും ഡോക്ടറേറ്റും ഒക്കെ പഠിച്ച് ഇപ്പം അച്ഛന്മാർ പറയുന്നുണ്ട് അങ്ങനെ പോകേണ്ട ഇവിടെ ആളില്ലെന്ന്. എല്ലാവരും, കുടുംബമൊന്നും വേണ്ട ആർക്കും, എല്ലാവരും പെട്ടെന്ന് UK-ക്ക് പറക്കാൻ തിരിച്ചു വന്ന് എല്ലാ ഡോക്ടറേറ്റും എടുത്തിട്ട് അമ്മയെ തിരിച്ചറിയുന്ന ഒരു വിജ്ഞാനമില്ലെങ്കിൽ ഏത് വിജ്ഞാനത്തിന്റെ ഗോപുരം കയറിയിട്ടെന്ത് കാര്യം? ആ അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലത്ത് എൻ്റെ അമ്മ 28 വർഷം എന്നെ കൂലിപ്പണി എടുത്താണ് വളർത്തിയത്. എൻ്റെ അമ്മയുടെ ജോലി കൂടുതലും ഈ മഠത്തിലാണ്. ഞാൻ കൂടുതലും കഴിച്ചത് ആ മഠത്തിലെ ഭക്ഷണമാണ്. കോൺവെന്റിൽ ഒന്നുമില്ലാത്തപ്പോൾ ഉച്ചയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാവരും നല്ല
നസ്രാണി പിള്ളേരാണ്. എന്നെ പറഞ്ഞുകൊണ്ട് കേസുണ്ടോ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം കേസാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കിയിലൊക്കെ പറയാൻ നസ്രാണി പയ്യന്മാരെന്ന് പറയും. അത് ക്രിസ്ത്യാനികളെ പൊതുവെ പറയുന്ന നസ്രാണിന്. ഇപ്പൊ ഇതിന് കാളെ കേസൊന്നും വരൂലല്ലോ അല്ലേ? ഒന്നും ഒരു മനുഷ്യനെ ഒന്നും പറയാത്തൊരു കാലത്ത് കുടിസ് ലോകത്താണ്. അവരൊക്കെ നല്ല റബ്ബർ തോട്ടമാണ് അവിടുത്തെ, നല്ല റബ്ബറുള്ള നല്ല റബ്ബർ പ്ലാന്റർമാരുടെ മക്കളാണ്. ആകെ ഒരു പാവപ്പെട്ടവനുള്ളത് ഞാനേ ഉള്ളൂ. അതെൻ്റെ അമ്മയുടെ കട്ടപ്പാട് അറിയാവുന്നത് കൊണ്ട് അവിടുത്തെ അഡ്മിഷൻ കിട്ടില്ല, 100% സ്കൂള്. അപ്പോൾ എൻ്റെ അമ്മ അച്ഛൻ്റെ അടുക്കൽ പോകും. എൻ്റെ അച്ഛൻ്റെ അടുക്കലല്ല, പള്ളിയിലച്ഛൻ്റെ അടുക്കൽ. അവിടെ പോയി കുറേ നേരം കാല് പിടിക്കുമ്പോൾ അച്ഛൻ പറയുന്ന മുസ്ലിയുടെ മക്കളല്ലേ, കൊടുത്തോളാൻ പറയും. അങ്ങനെ അച്ഛന്മാരുടെ ഒരു ഔദാര്യത്തിലാണ് എനിക്കവിടെ സീറ്റ്. എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, ഞാൻ മഹാകുഴപ്പനായിരുന്നു. അതുകൊണ്ട് ജ്യേഷ്ഠൻ എൻ്റെ ഒരു ക്ലാസ് മുമ്പിലായതുകൊണ്ട് ജ്യേഷ്ഠനെ പോലെ അനിയനും പഠിക്കൂ എന്നുള്ള തെറ്റിദ്ധാരണയിൽ അധ്യാപകർ എനിക്ക് സീറ്റ് തന്നു. അവിടെ പോയി പഠിക്കുന്ന കാലത്ത് ഉച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണമില്ലാതെ ഒരു ചോറ്റുപാത്രം ഉണ്ടാവും. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ തുറന്നാൽ ശൂന്യമാണ്. ആ ചോറ്റുപാത്രം പലപ്പോഴും തുറന്നിട്ട് ഞാൻ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ തിരുവസ്ത്രമണിഞ്ഞ കന്യാസ്ത്രീകൾ അവർ കൊണ്ടുവന്ന നല്ല വെള്ളച്ചോറും കട്ടിത്തൈരുമടങ്ങുന്ന ഭക്ഷണം എനിക്ക് ആഹരിക്കാൻ തന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒരു ദിവസം രാവിലെ 9 മണിക്ക് ഞാൻ സ്കൂളിലേക്ക് പോകും. രാവിലെ പശുവിനെ കെട്ടണം, പശുവിനെ കറക്കണം, പശുവിനെ കൊണ്ടുപോയിടണം. ഒരു പീരീഡ് കഴിഞ്ഞ് സ്കൂളിൽ എത്തും. 4 കിലോമീറ്റർ പിന്നെ നടക്കണം. ആ നടക്കുന്ന സമയത്ത് ഞങ്ങൾ എൻ്റെ കൂടെ ജോസാണ് എൻ്റെ അടുത്ത കൂട്ടുകാരൻ. ഞാൻ മിനിങ്ങാന്ന് അവനെ കണ്ടിട്ടാണ് വന്നത് നാട്ടിൽ പോകുമ്പോൾ. ഇപ്പോഴും ഞാൻ എല്ലാ മാസം അമ്മയെ കാണാൻ വീട്ടിൽ പോകും, നാട്ടിൽ പോകും. ജോസും ഇപ്പുറത്തൊരു വിഷ്ണുവുണ്ട്. ഞങ്ങൾ 2 പേരും 4 കിലോമീറ്റർ നടന്നു പോകും. അങ്ങനെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ സങ്കടങ്ങൾ പറയും. ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ ഈ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ട് തിരിച്ചു വരുമ്പോൾ യൂട്യൂബിൽ കുറേ പ്രസംഗവും കേൾപ്പിച്ച് പരസ്പരം മനുഷ്യനെയും സമൂഹത്തെയും അറിയാത്ത കീഴിൽ ബ്രോയിലർ കോഴിയെ പോലെ കൂട്ടിലടിച്ച് നമ്മുടെ ഈ മക്കളെ വളർത്തിയാൽ ഇവർ പരസ്പരം അകന്നേ പോകും. എനിക്കിന്നും ഒരാളൊരു വിദ്വേഷ പ്രസംഗം നടത്തിയാൽ എൻ്റെ ഹൃദയത്തിൽ ദേശില്ല. കാരണം ജോസിനെ എനിക്കറിയാം, വിഷ്ണുവിനെ എനിക്കറിയാം. 15 വർഷം ഞങ്ങൾ ഒന്നിച്ച് നടന്നവരാണ്, ഒന്നിച്ച് കളിച്ചവരാണ്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ മാസം പോകുമ്പോൾ ജോസ് എന്നെ കാണാൻ വന്ന് ഞങ്ങളുടെ എൻ്റെ കൂടെ അവിടുത്തെ തട്ടുകടയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇപ്പോഴും ഞാൻ ആ സ്നേഹബന്ധത്തെ നിലനിർത്തുന്നുണ്ട്. ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ പരസ്പരം അറിയാൻ കഴിയണം. നമ്മുടെ മക്കൾ നമ്മൾ ആരോടും മിണ്ടില്ല. സ്കൂളിൽ പോയി അവനോട് മിണ്ടരുത്, ഇവനോട് മിണ്ടരുത്, അവനെ കണ്ടാൽ മിണ്ടരുത്. ബസ്സിൽ നിന്നിറങ്ങുക, തിരിച്ചു കയറുക, വന്നാൽ യൂട്യൂബ് കേൾക്കുക. അങ്ങനെ പറയുന്നതൊക്കെ പരമസത്യമാണെന്ന് കരുതി അറിയാതെ അകന്നു പോയവരാണ് ഞങ്ങൾ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കുന്നു, ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ വസ്ത്രം കീറിയതാണ്, ഒറ്റ യൂണിഫോം ഉള്ളൂ, കീറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ പറയാം. ആ യൂണിഫോം കീറിയപ്പോൾ അന്നത്തെ എൻ്റെ പ്രധാന അധ്യാപിക ഒരു സിസ്റ്ററൻ, ഈ നാടകം നടത്തുന്നവർ ഈ സിസ്റ്ററെ പറഞ്ഞു കൊടുക്കണം. അവരെന്നോട് പറഞ്ഞു, കബീർ ഗെറ്റ് ഔട്ട്, സ്കൂളിൽ നിന്ന് വെളിയിറങ്ങാൻ പോകും. എന്നെ ക്ലാസ്സിൽ നിന്ന് നിർദ്ദാക്ഷിണ്യം ഇറക്കി വിട്ടു. ഒരു യൂണിഫോം കീറിപ്പോയതിൻ്റെ പേരിൽ സമ്പന്ന വർഗത്തിന്റെ ക്രിസ്ത്യാനികളായ കുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് ആ കന്യാസ്ത്രീയായ ടീച്ചർ എന്നെ നിർദാക്ഷിണ്യം ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. യൂട്യൂബിൽ നിന്ന് എൻ്റെ ഈ വാക്ക് കട്ടെടുത്ത് പ്രസരിപ്പിക്കുന്ന ഒരാൾക്ക് വിദ്വേഷം പുലർത്താൻ ഇത് മാത്രം മതി. ഞാൻ പറയുന്ന ഈ വാക്ക് ഇന്ന് നടക്കുന്ന സാമൂഹ്യ വിചാരധാരയെ പറയാൻ, കോടീശ്വരന്മാരുടെ ഇടയിൽ 100% ക്രിസ്ത്യാനി കുട്ടികൾ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പാവപ്പെട്ട ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്നെ കീറിയ വസ്ത്രത്തിന്റെ പേരിൽ കന്യാസ്ത്രീ ഇറക്കി വിട്ടു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് മാത്രം മതി ഒരു 10 ദിവസത്തേക്ക് ഓടാൻ. ഞാൻ പുറകിൽ പോയി ആ എൻ്റെ ക്ലാസിന്റെ ഭിത്തിയിലേക്ക് ഇങ്ങനെ തല ചേർത്ത് വെച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. എൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുകി. 10ാം ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന പെമ്പിള്ളേരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട ആ സങ്കടം എൻ്റെ കണ്ണുനീരായി പെയ്തിറങ്ങി. എൻ്റെ വെള്ള ഷർട്ട് നനഞ്ഞു. 10 മിനിറ്റ് ഇങ്ങനെ ചാരിയിരുന്ന് ഉപേക്ഷിച്ചു പോയ പിതാവിനോടുള്ള അമർഷവും കട്ടപ്പെട്ട് വളർത്തുന്ന അമ്മയോടുള്ള വാത്സല്യവും തീരുമാനമെടുക്കാൻ കഴിയാതെ ഒരു 15 വയസ്സുകാരൻ സ്കൂളിൻ്റെ മതിലിരുന്ന് കരയുമ്പോൾ 10 വയസ്സ് കഴിഞ്ഞപ്പോൾ ലീഡർ പറഞ്ഞു കയറിയിരിക്കാൻ. ഞാൻ പോയി കയറിയിരുന്നു. പിന്നെ ഞാൻ തലപൊക്കിയിട്ടില്ല. ആ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ പിന്നെ എനിക്ക് എൻ്റെ അഭിമാനം സമ്മതിച്ചില്ല. 3 ദിവസം കഴിഞ്ഞു. ഇതേ സമയത്ത് വൈകി ഒരു പീരീഡിന്റെ മധ്യഭാഗത്ത് ഞാൻ കയറി വരുമ്പോൾ ഈ ടീച്ചറും കുട്ടികളും ക്ലാപ്പ് ചെയ്തു. എനിക്ക് അമർഷമാണ് തോന്നിയത്. പച്ചയ്ക്ക് പിച്ച് ചീന്തി തിന്നിട്ട് 3ാം ദിവസം വരുമ്പോൾ എഴുന്നേറ്റ് കൈയടിക്കുന്നു. വന്നപ്പോൾ സ്കൂൾ ലീഡറും കുട്ടികളെല്ലാവരും കൂടി എൻ്റെ കയ്യിൽ ഒരു പൊതി കൊണ്ടുവന്നൊരു പ്രസന്റേഷൻ. ഞാൻ തുറന്നു നോക്കുമ്പോൾ 2 ജോഡി യൂണിഫോം ആയിരുന്നു. എന്നെ ക്ലാസ്സിന് വെളിയിൽ ഇറക്കി നിർത്തിയിട്ട് എൻ്റെ ജീവിതത്തിന്റെ ദാരിദ്ര്യം എൻ്റെ സഹപാഠികളോട് പറഞ്ഞ്
എൻ്റെ ടീച്ചർ അവരുടെ കയ്യിൽ നിന്ന് പൈസ പിരിവിട്ടിട്ട് എനിക്കൊരു യൂണിഫോം ഉണ്ടാക്കി തന്നു. അതിനാണ് ടീച്ചർ എന്നെ വെളിയിലിറക്കിയത്. ഞാൻ ആദ്യം പറഞ്ഞാണ് നിങ്ങൾ കേട്ടതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടാവും. ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ അത് മതി. എന്നോട് പറഞ്ഞു, മോനെ ഇനി നീ ഇട്ടുകൊള്ളുക. ആദ്യമായി കീറാത്ത ഒരു പുതുവസ്ത്രത്തിന് മണമുള്ള, ഞാൻ പറയാൻ കാരണമുണ്ട്. അതിനു മുമ്പും എൻ്റെ യൂണിഫോം എന്ന് പറഞ്ഞാൽ മുമ്പ് പഠിച്ചു പോയ കുട്ടികൾ ഉപയോഗിച്ചിട്ട് കളയുന്ന പഴയതാണ് ഞാൻ യൂണിഫോമായിട്ട് ഇട്ട് വരിക. ആദ്യമായി പുതുവസ്ത്രത്തിന്റെ മണമുള്ള ഒരു യൂണിഫോം എൻ്റെ കയ്യിൽ വെച്ച് തന്നത് ഒരു കന്യാസ്ത്രീയാണ്. ആ ടീച്ചറിന്റെ പേരാണ് സിസ്റ്റർ സിബിയ. പിന്നീട് എൻ്റെ ജീവിതത്തിലും എൻ്റെ ചേട്ടന്റെ പഠനത്തിലുമൊക്കെ ഈ മുസ്ലിം കുടുംബത്തോടൊപ്പം അവർ നിന്നു. പിന്നീട് ഞാൻ അവിടെ നിന്ന് പഠിക്കാൻ പോയി, ഖുർആൻ മനപ്പാടമാക്കി. തിരുവനന്തപുരത്ത് പഠിച്ചു. പിന്നെ ഞാൻ വെല്ലൂർ പോയി. പിന്നെ പ്രഭാഷകനായി. പിന്നീട് ഞാൻ പ്രഭാഷകനായി പോപ്പുലാരിറ്റിയിലായി. ആ കാലത്ത് നിന്ന് അന്ന് ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പഠനം നിർത്തിയിട്ട് ഹോട്ടലിൽ ജോലിക്ക് പോയിട്ടുണ്ട്. ഉടമ ചോദിച്ചു എന്ത് ജോലി വേണം? പ്ലേറ്റ് കഴുകണം, അല്ലെങ്കിൽ മേശ തുടയ്ക്കണം. ഞാൻ പറഞ്ഞു പ്ലേറ്റ് കഴുകിക്കോളാം. എന്താണെന്നറിയോ, ചായക്കടയുടെ പുറകിൽ വലിയ വിറക് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അന്ന് ഈ പ്ലേറ്റുകൾ കൊണ്ടുപോയി അതിൻ്റെ കീഴിൽ കൊണ്ടുപോയി ഇടും. കുട്ടികൾ മുമ്പിൽ കൂടെ പോകുക സ്കൂളിൽ. അതിൽ പതുങ്ങിയിരുന്ന് ആരും കാണാതെ കഴുകുകയും ചെയ്യാം. അന്ന് ഈ ഇറച്ചി തിന്നിട്ട് ആളുകൾ ചില 2-3 കഷണം വേവാത്ത കഷണങ്ങൾ കടിച്ചിട്ട് അതിൻ്റെ ബാക്കി ഇട്ടിരിക്കും. ഇറച്ചി തിന്നാനുള്ള കൊതി കൊണ്ട് ആരും അറിയാതെ വിറക് കൂനയുടെ പുറകിലിരുന്ന് ഞാനത് ആർത്തിയോടെ തിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെ UAE പ്രസിഡന്റിന്റെ സെബീൽ പാലസിലെ അത്താഴ വിരുന്നിൽ വരെ ദൈവം എത്തിച്ചു, പടച്ചതമ്പുരാൻ എത്തിച്ചു. അങ്ങനെ പോപ്പുലാരിറ്റിയായി ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഈ സിസ്റ്റർ സിബി അവരവിടെ നിന്ന് മാറിപ്പോയി. എൻ്റെ ടീച്ചറിനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി. കോട്ടയം ജില്ലയിലെ കൂത്താട്ടുകുളത്തിൽ ഒരു മഠത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ സിസ്റ്റർ സിബിയ. ക്രിസ്മസ് കാലത്ത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൂടി സമ്മാനം വാങ്ങിച്ചെൻ്റെ ടീച്ചറിനെ കാണാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അപസ്വരങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ ഒരു ജീവിതത്തിൽ പരസ്പരം അറിഞ്ഞും കൊടുത്തും വാങ്ങിച്ചും ജീവിച്ച ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഈ പ്രായത്തിലും എന്നെ ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്തത്. എൻ്റെ വായിൽ നിന്ന് വർഗീയതയുടെ ഒരു വാക്ക് വരാത്തത്. മരിക്കുന്നത് വരെ എൻ്റെ മക്കളോട് പോലും ഞാൻ പറയും, എന്തുണ്ടായാലും ഈ രാജ്യത്തിന്റെ നടുവിൽ ഒരു വർഗീയതയുടെ മതഭ്രാന്തിന്റെ വാക്ക് നിങ്ങൾ പറയരുത് എന്നതാണ് നിങ്ങളുടെ പിതാവിന് നിങ്ങളോടുള്ള വസിയത്ത്. അങ്ങനെ ജീവിക്കാനും നന്നായിട്ടറിയാനും പരസ്പരം അടുക്കാനും പാവങ്ങൾക്ക് കൈത്താങ്ങാവാനും നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ വളരെ വൈകി വന്നതിന് ക്ഷമ ചോദിച്ച് എന്നെ അന്വേഷിച്ചവിടം വരെ എത്തി എന്നെ ക്ഷണിച്ച നിങ്ങളോട് നന്ദി പറഞ്ഞ്, ഇവിടെ നിന്ന് ഈ സ്ഥലത്തിന്റെ പേര് തേവലക്കര. ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെ നിന്ന് തേവലക്കരയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇത് മൈനാഗപ്പള്ളിയിൽ ഈ പാരീഷ് ഹാളിന്റെ പള്ളിയില് രാവിലെ തേവലക്കരയ്ക്ക് പോകാൻ വേണ്ടി നമ്മൾ എഴുന്നേച്ചിട്ട് ഇങ്ങനെ കൈനീട്ടി കാത്തിരിക്കും ബസ് വരാൻ. ബസ് ഇങ്ങനെ വരും. നമ്മൾ കൈനീട്ടുമ്പോൾ ഈ ബസ് ഡ്രൈവർ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ കൈനീട്ടിയതിനേക്കാൾ ഒരു 50 മീറ്റർ മുമ്പിൽ കൊണ്ട് ചവിട്ടി നിർത്തും. നമ്മൾ ഈ കയ്യിലിരിക്കുന്ന സഞ്ചിയും ബാഗുമായിട്ട് അവിടം വരെ ഓടുന്നതിൽ ഈ സഞ്ചി കാലിൽ തട്ടി വെച്ച് വീഴാൻ പോകും. ആ ഓടി ഒരു വിധത്തിൽ പോയി ഫുട്ബോളിൽ ചവിട്ടുമ്പോൾ നമുക്ക് ആ ഡ്രൈവറിനോട് പകയാണ്. ഞാൻ പറഞ്ഞെടുത്ത് നിർത്താതെ ഇത്രയും കൊണ്ടുവന്ന് എന്നെ ഓടിച്ച ഡ്രൈവറിനോടുള്ള വൈരാഗ്യം. സ്റ്റെപ്പിൽ ചവിട്ടുമ്പോൾ നമ്മൾ ഒരു കാല് ചവിട്ടുമ്പോഴേ കണ്ടക്ടർ ബെല്ലടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ വെച്ച് മുമ്പോട്ട് വീഴാൻ പോകും. ഒരു വിധത്തിൽ ചാടി എഴുന്നേൽക്കുമ്പോൾ കയറുന്നതിന് മുമ്പേ ബെല്ലടിച്ച കണ്ടക്ടറിനോട് രണ്ടാമത് വിരോധം. എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാൻ സീറ്റില്ല. നോക്കുമ്പോൾ വലിയ ആളുകളൊക്കെ സീറ്റിരിക്കുകയാണ്. നമുക്ക് ഇരിക്കാൻ തരാതെ സീറ്റിരിക്കുന്നവനെ കാണുമ്പോൾ മൂന്നാമത് അവനോട് നമുക്ക് വിദ്വേഷം. എങ്ങനെയെങ്കിലും ഒരു കമ്പിയിൽ ചാരി നിന്നിട്ട് നിൽക്കാന്ന് വിചാരിച്ച് കമ്പിയിലോട്ട് ചാരിയപ്പോൾ കമ്പി പിടിച്ചവൻ്റെ കയ്യിൽ കൊയ്യുണ്ടോ? അവൻ ചോദിച്ച് കണ്ണ് കാണൂലേടാ. തിരിഞ്ഞു നോക്കുമ്പോൾ നാലാമത് അവനോട് വിദ്വേഷം. അപ്പോഴാണ് കണ്ടക്ടർ വന്നിട്ട് ചോദിച്ചത് എവിടേക്കാണ്? തേവലക്കരക്ക് 10 റുപ്യ ടിക്കറ്റ്. 100 നോട്ടെടുത്ത് കൊടുത്തപ്പോൾ 90 രൂപ ചില്ലറയില്ല. അതിൻ്റെ കയ്യിൽ ചില്ലറയില്ലാതാണ് വലിഞ്ഞു കയറിയെന്ന് വെച്ച് കണ്ടക്ടർ നമ്മളെ ശകാരിക്കും. അപ്പം നമ്മളെ പൊതുജന മധ്യത്തിൽ ശകാരിച്ച കണ്ടക്ടറോടായി 5ാമത്തെ വിദ്വേഷം. ഇറങ്ങാൻ നേരത്ത് ബാക്കി തരാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഡ്രൈവർ ഒന്നുകൂടി ചവിട്ടും. നമ്മൾ മുമ്പോട്ട് പോകും. മുമ്പിൽ പോണവൻ്റെ മുതുകിൽ പോയി നമ്മുടെ തല തട്ടും. അവൻ നമ്മളെ രൂക്ഷമായി നോക്കും. 7ാമത് നമ്മളെ രൂക്ഷമായി നോക്കിയ അവനോടായി നമ്മുടെ വിദ്വേഷം. അവസാനം ഇറങ്ങാൻ നേരത്ത് ഡ്രൈവറോട് കണ്ടക്ടറോട് ചോദിക്കുമ്പോൾ പറയും, അങ്ങ് തരൂല, ഇത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാനെന്താ കള്ളനാണോ? അപ്പം അവനോട് 8ാമത് വീണ്ടും വിദ്വേഷം.
ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇറങ്ങുന്നതിന് മുമ്പേ കണ്ടക്ടർ ബെല്ലടിക്കുമ്പം ഇറങ്ങാൻ നേരത്ത് ഒന്നുകൂടി വീഴാൻ പോകും. 9ാമത് അവനോടും വിദ്വേഷം കൂടി. വണ്ടി പോകുമ്പോൾ താഴേക്ക് ചാടി ഇറങ്ങുമ്പോൾ റോഡിലൂടെ നടന്നു പോകുന്നവൻ്റെ ശരീരത്തുനിന്ന് തട്ടും. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ 10ാമത് അവനോടും ദേഷ്യവും വിദ്വേഷവുമായി. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിക്കുന്ന 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ 10 പേരോടുള്ള വിദ്വേഷവും പകയും മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന നമ്മുടെ ഇടയിൽ ഇന്നത്തെ ദിവസം ഈ 30 മിനിറ്റ് പകയും വിദ്വേഷവും ഇല്ലാതെ പരസ്പരം അടുത്തറിഞ്ഞിങ്ങനെ പറയാൻ അവസരം നൽകിയ ഏദൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഈ സൗഹൃദത്തിന്റെ കൂട്ടായ്മ എന്ന് നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈകി വന്നതിന് ക്ഷമ ചോദിച്ച് വേറൊരു പരിപാടിയിൽ പോകാനുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ ഏതോ ഒരു യാത്രയിൽ കണ്ടുമുട്ടിയ ഈ സ്നേഹസമയം നമ്മുടെ മനസ്സിൽ നിന്ന് സൗഹൃദമായി നിലനിൽക്കട്ടെ, പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നമസ്കാരം. സൗമ്യമായ ഭാഷയിൽ തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മുടെ എവരുടെയും ഹൃദയത്തിന്റെ ആഴത്തിൽ പതിഞ്ഞ ജീവനുള്ള സന്ദേശം നൽകിയ ബഹുമാനനായ ശ്രീ കബീർ ബാക്കവിക്ക് ഏദൻ ക്രിസ്ത്യൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു.